وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ومولانا ومعشوقنا ومحبوبنا ومنجدنا ومرشدنا ومصطفانا ومقتفانا ومجتبانا ومرتضانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله بابنا تبارك حيطاننا، ياسين سقفنا، كافها يا عين صاد كفايتنا، حميم عين سين قاف حمايتنا، فسيكفيكهم الله وهو السميع العليم. ستر العرش مسبول علينا وعين الله ناظرة إلينا، بحول الله لا يقدر علينا، والله من ورائهم محيط. بل هو قرآن مجيد في لوح محفوظ، فالله خير حافظا وهو أرحم الراحمين. يا سيدي يا رسول الله خذ بيدي، ما لي سواك ولا ألوي على أحد، إني إذا مسني ضيم يروعني أقول يا سيد السادات يا سندي، يا ربي بالمصطفى، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم. വേദിയിൽ ഉപവിഷ്ടരായ ഈ മഹത്തായ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പ്രൗഢമായ പ്രഭാഷണം കൊണ്ട് നിർവഹിച്ച് നമ്മെ അനുഗ്രഹിച്ച പെരിങ്ങത്തൂർ ടൗൺ ജുമാ മസ്ജിദിലെ അഭിവന്ദനായ മുദരിസും കേരളക്കരയിലെ പ്രഗത്ഭ പണ്ഡിതനുമായ ഷെയ്ഖുന അബൂബക്കർ ഉസ്താദ് അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റു പണ്ഡിത മഹത്തുക്കളെ, ഈ മഹത്തായ സദസ്സിൽ സംഗമിച്ചിട്ടുള്ള ആദരണീയരായ രക്ഷിതാക്കളെ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാവൽ ഭടന്മാരായ യുവ സഹോദരങ്ങളെ, സ്നേഹസമ്പന്നരായ ഉമ്മ പങ്ങന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതവിശ്വാസികൾക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ 1000 സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കേരളത്തിലെ ആധികാരിക പരമാധികാരിക പരമോന്നത പണ്ഡിത സഭ, സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ പോഷക ഘടകമായ
മലയാളക്കരയിലെ അച്ചടക്കത്തിന്റെ പടച്ചട്ടയണിഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനം, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ചെറ്റക്കണ്ടി ശാഖ കമ്മിറ്റി സംഘടിപ്പിച്ച ഐതിഹാസികമായ 2ാം വാർഷിക മഹാസമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട മതപ്രഭാഷണത്തിന്റെ പ്രഥമ ദിനത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ അപാരമായ അപരിമേയമായ തൗഫീഖ് കൊണ്ട് ഇവിടെ വരാനും നിങ്ങളുമായി അഭിമുഖ സംഭാഷണം നടത്താനും ഈ വിനീതന് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്, തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഉദ്ഘാടന ദിവസമായതുകൊണ്ട് ആമുഖമായി ഈ വിനീതന് സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ഈ പ്രദേശത്തിന്റെ അഭിമാനങ്ങളായ ഈ നാട്ടിലെ SKSSFന്റെ കർമ്മധീരരായ പ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയാണിത്. നമ്മുടെ നാടുകളിലൊക്കെ വളരെ വ്യാപകമായി എല്ലാ പ്രദേശങ്ങളിലും മതപ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വലിയ വലിയ ആയിരങ്ങളും പതിനായിരങ്ങളുമൊക്കെ പങ്കെടുക്കുന്ന വലിയ വലിയ പ്രഭാഷണത്തിന്റെ സദസ്സിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്, വിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്ത്, ഇസ്ലാമിന്റെ പ്രബോധനം വളരെ ചടുലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി കൊച്ചു കേരളക്കര മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മതേതര ജനാധിപത്യ രാഷ്ട്രമായ ഒരു ഭരണഘടനയുടെ കീഴിൽ ജീവിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അനുസരിച്ചുകൊണ്ട് ലോകത്ത് ജീവിക്കാനുള്ള അഭിമാനകരമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭ്യമാണ് എന്നത് ഏറ്റവും വലിയ അഭിമാനകരമായ വസ്തുതയാണ് എന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടി സൂചിപ്പിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പല മുസ്ലിം രാഷ്ട്രങ്ങളിലെ മുസ്ലിമുകൾക്ക് പോലും ലഭിക്കാത്ത ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ് എനിക്കും നിങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളക്കരയിൽ, ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ന്യൂനപക്ഷമാണ്, നമ്മൾ മൈനോറിറ്റിയാണ്. പക്ഷേ നമ്മൾ ഈ രാജ്യത്തെ ആദരിക്കുന്നവരാണ്, ഈ നാടിനെ സ്നേഹിക്കുന്നവരാണ്, ഈ മണ്ണിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്, രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ പടപൊരുതുന്നവരാണ്, ദേശസ്നേഹം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന അനുസരിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടി ഈ രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായി ഇന്ത്യൻ ഭരണഘടനയുടെ തണലിൽ നിന്നുകൊണ്ടുതന്നെ ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കാൻ കഴിയുന്നു എന്നത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര കോടി ജനങ്ങളുണ്ടോ, ആ ജനങ്ങൾക്ക് മുഴുവൻ അവരവർ ആഗ്രഹിക്കുന്ന മതം സ്വീകരിക്കാനും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ പകർത്താനും അതിനെ പ്രബോധനം ചെയ്യാനുമുള്ള സ്വച്ഛന്തമായ അവകാശം നമ്മുടെ ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന നൽകുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻഡൽറ്റഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ദ റൈറ്റ് ഫ്രീലി ടു പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്ന് ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയുടെ മൗലികാവകാശ തത്വങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടുതന്നെ അതിന്റെ തണലിൽ നിന്നുകൊണ്ട് എല്ലാ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വളരെ അച്ചടക്കത്തോടുകൂടി ഇസ്ലാമിക ദഅവത്ത് നടത്തുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇത്തരം പൊതു സദസ്സുകളിൽ പോലും പലപ്പോഴും ഇതിന്റെ സഹായികളായി, ഇതിന്റെ വളണ്ടിയർമാരായി അമുസ്ലിം സഹോദരങ്ങൾ പോലും പ്രവർത്തിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം. ഈ അടുത്ത് എന്റെ തൊട്ടടുത്ത മഹലിൽ ചോറോഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, നിങ്ങൾ അവിടെ ഒരുപക്ഷെ വന്നിരിക്കാം, ബഹുമാന്യനായ നൌഷാദ് ബാക്കവി ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട മുസ്തഫ ഹുദവി യാക്കോടിനെ പോലെയുള്ള കേരളത്തിലെ പ്രഗത്ഭരായ പ്രഭാഷകന്മാരുടെ പ്രഭാഷണം അവിടെ നടന്നിരുന്നു. ആ മഹത്തായ പരിപാടിയിൽ 3-4 ദിവസം നീണ്ടുനിന്ന ആ പരിപാടിയിൽ വളണ്ടിയേഴ്സിൽ ഭൂരിഭാഗം ആളുകളും ആ ഭാഗത്തുള്ള, ആ പ്രദേശത്തുള്ള അയ്യപ്പ ഭക്തന്മാരായ അമുസ്ലിം സഹോദരങ്ങളാണ്. അത് നമ്മുടെ രാജ്യത്തെ ആര് കീറിമുറിക്കാൻ ശ്രമിച്ചാലും, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും നശിപ്പിക്കാൻ ഏത് ദുഷ്ടശക്തികൾ കടന്നു വന്നാലും
ഞങ്ങൾ ഒരു കൈയായി, ഒരു മെയ്യായി, ഒരു രാഗമായി, ഒരു താളമായി ഈ രാജ്യത്ത് താമസിക്കുമെന്ന വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ അയ്യപ്പ ഭക്തന്മാർ ബാഡ്ജ് ധരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ തൊപ്പി ധരിച്ചുകൊണ്ട്, വെള്ള പാന്റും ഷർട്ടും ധരിച്ചുകൊണ്ട് കോഴിക്കോട് കണ്ണൂർ ഹൈവേയിലെ ചോറോട് പ്രദേശത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ പ്രഭാഷണത്തിന് വരുന്ന ശ്രോതാക്കൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർക്ക് ഇരിപ്പിടങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ട് മഹിതമായ സൗഹൃദത്തിന്റെ മാതൃക കാണിച്ചത് ഒരു പക്ഷേ നിങ്ങൾ പലരും കേട്ടിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു സ്വീകാര്യത മുസ്ലിം ഉമ്മത്തിന് രാജ്യത്ത് ലഭിക്കുന്നത്? കൊച്ചു കേരളക്കരയിലേക്ക് മാലിക് ബിൻ ദീനാറും സന്തത സഹചാരികളും പായക്കപ്പലിൽ അറേബ്യയിൽ നിന്ന് കടന്നു വന്നപ്പോൾ ഇവിടെ ഒറ്റ മുസ്ലിം പോലും ഉണ്ടായിരുന്നില്ല. ആ മഹാരഥന്മാരായ സ്വഹാബത്ത് ഈ കേരളക്കരയിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ സ്വഭാവം കണ്ടിട്ട്, അവരുടെ അച്ചടക്കം കണ്ടിട്ട്, അവരുടെ മാന്യത കണ്ടിട്ട്, അവരുടെ സംസ്കാരത്തിന്റെ മനോഹാരിത കണ്ടുകൊണ്ട് ഇവിടെയുള്ള അമുസ്ലിം സഹോദരങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട മാലിക് ദീനാർ കടന്നു വന്നത് വാളുകൊണ്ടല്ല, ബോംബ് കൊണ്ടല്ല, ആയുധങ്ങളെ കൊണ്ടല്ല, മഹിതമായ ഉന്നതമായ ഒരു സംസ്കാരവുമായിട്ടാണ് കടന്നു വന്നത്. വളരെ സുന്ദരമായ ഒരു സ്വഭാവവുമായിട്ടാണ് കടന്നു വന്നത്. തേനീച്ചകൾ പുഷ്പങ്ങളിലേക്ക് ആവാഹിക്കപ്പെടുന്നത് പോലെ, ആകർഷിക്കപ്പെടുന്നത് പോലെ, വശീകരിക്കപ്പെടുന്നത് പോലെ ആ മഹാരഥന്മാരായ സ്വഹാബത്തിന്റെ അടുക്കളേക്ക് പാറ്റകളെപ്പോലെ, ഈയാം പാറ്റകൾ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നത് പോലെ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും അവരിലേക്ക് കടന്നു വരികയും വിശുദ്ധ ഇസ്ലാമിനെ പറ്റിയിട്ട് പഠിക്കുകയും അങ്ങനെ ഇസ്ലാം പുൽകുകയും ചെയ്തപ്പോഴാണ് ഈ കൊച്ചു കേരളക്കരയിൽ പരിശുദ്ധമായ ഇസ്ലാമിന് വേരോട്ടമുണ്ടായത്. അതാരെയും മാനസികമായി വേദനിപ്പിച്ചുകൊണ്ടല്ല, നിർബന്ധമായ മതപരിവർത്തനം നടത്തിക്കൊണ്ടല്ല. ഈ പരിപാടി നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്ന സമയത്ത് പോലും ഇന്ന് പത്രങ്ങളിൽ കേരളക്കരയിൽ എന്നല്ല, നമ്മുടെ രാജ്യത്തെ മുഴുവൻ പത്രങ്ങളും ചർച്ച ചെയ്യുന്ന വളരെ ഗൗരവതരമായ ഒരു വസ്തുതയുണ്ട്. ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും മുസ്ലിം സഹോദരങ്ങളെയും ക്രൈസ്തവ സഹോദരങ്ങളെയും നിർബന്ധ മതപരിവർത്തനം നടത്തിക്കൊണ്ട് ഹിന്ദു മതത്തിലേക്ക് വളരെ നിർബന്ധപൂർവം ചേക്കേറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ശബ്ദം എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ കേൾക്കുന്നുണ്ടാവാ, ക്രൈസ്തവ സഹോദരങ്ങൾ കേൾക്കുന്നുണ്ടാവാ. ആ നിർബന്ധ മതപരിവർത്തനത്തോട് നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ മാന്യതയുള്ള അഥവാ യഥാർത്ഥ ഹൈന്ദവ മതത്തിന്റെ ഉടമകളായ, ക്രൈസ്തവ മതത്തിന്റെ ഉടമകളായ ഒരാൾ പോലും അതിനെ അംഗീകരിക്കില്ല എന്ന കാര്യം തീർച്ചയാണ്. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് തോളോട് തോളുരുമിയിട്ടാണ്, മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായിട്ടാണ് എക്കാലത്തും കടന്നു വന്നത്. മങ്ങാട്ടച്ചന്റെയും കുഞ്ഞായിൻ മുസ്ലിയാരുടെയും മനോഹരമായ ചരിത്രങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്, പുസ്തക രൂപത്തിൽ ലഭ്യമാണ്. ആരാണ് മങ്ങാട്ടച്ചൻ, ആരാണ് കുഞ്ഞായിൻ മുസ്ലിയാർ? മങ്ങാട്ടച്ചൻ എന്ന് പറയുന്നത് അമുസ്ലിമായ സഹോദരനാണ്. സുബ്ഹാനല്ലാഹ്, അമ്പലത്തിലേക്ക് പലപ്പോഴും ദർശനത്തിന് പോവാറുള്ള, തന്റെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സമയമാകുമ്പോൾ അമ്പലത്തിലേക്ക് പോകാറുള്ള മങ്ങാട്ടച്ചനും അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് ബാങ്കുലി കേൾക്കുമ്പോ, നിസ്കാരത്തിന്റെ സമയം വരുമ്പോ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവാറുള്ള മഹാനായ കുഞ്ഞായിൻ മുസ്ലിയാരും രണ്ടുപേരും തോളോട് തോളുരുമ്മി നിന്ന നാടാണ് നമ്മുടെ നാട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് സൗഹൃദത്തിന്റെ, അതല്ലെങ്കിൽ സമഭാവനയുടെ, സഹവർത്തിത്വത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് പറയാനുള്ളത്. മഹാനായ അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ മദ്ഹബ് നഹീ സിക്കാത്ത ആപസ് മേ ബേർ രഖന ഹിന്ദി ഹെ ഹം വതൻ ഹെ ഹിന്ദു സിതാൻ ഹമാര. എത്ര മനോഹരമാണ് ആ വചനം. മഹാനായ അല്ലാമ ഇഖ്ബാൽ പറയുകയാ, മദ്ഹബ് നഹീ സിക്കാത്ത, ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല. ആപസ് മേ ബേർ രഖന, പരസ്പരം ശത്രുതയിൽ കഴിഞ്ഞുകൂടാൻ, പരസ്പരം വൈര്യം വെക്കാൻ, പരസ്പരം ശത്രുതയോടുകൂടി ജീവിക്കാൻ ലോകത്ത് ഇസ്ലാം മതം പഠിപ്പിച്ചിട്ടില്ല, ഹിന്ദു മതം പഠിപ്പിച്ചിട്ടില്ല, ക്രൈസ്തവ മതം പഠിപ്പിച്ചിട്ടില്ല, സിഖ് മതം പഠിപ്പിച്ചിട്ടില്ല. എല്ലാ മതങ്ങളും ലോകത്ത് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ മതങ്ങളും ഈ ലോകത്ത് സൗഹാർദ്ദം വിളിച്ചോതുന്ന മതങ്ങളാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ലോകത്ത് മുഴുവൻ സമാധാനം വരട്ടെ, ലോകത്ത് മുഴുവൻ ശാന്തി വരട്ടെ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തന്മാരടക്കമുള്ള ഹൈന്ദവ സഹോദരങ്ങൾ മന്ത്രോച്ചാരണം നടത്തുമ്പോ, നമ്മുടെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ, നമ്മുടെ അയൽവാസികളും നമ്മുടെ നാട്ടുകാരും
നമ്മുടെ കൂട്ടുകാരുമായ ക്രൈസ്തവ സഹോദരങ്ങൾ അവർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്താണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കു സമാധാനം. നല്ല മനസ്സുള്ളവർക്ക് അത് എല്ലാവർക്കും, ഏത് മതക്കാരനാവട്ടെ, ഏത് കൊടിക്കാരനാവട്ടെ, ഏത് ഗ്രൂപ്പുകാരനാവട്ടെ, അവർക്ക് സമാധാനം വേണം എന്നാണ് ക്രൈസ്തവ സഹോദരങ്ങൾ പറയുന്നത്. നമ്മൾ പറയുന്നതോ, മുസ്ലിമീങ്ങളായ നമ്മൾ പറയുന്നതോ, 5 നേരത്തെ നിസ്കാരത്തിനു ശേഷം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. അല്ലാഹുവേ, നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, നിന്നിലേക്കാണ് ശാന്തിയുടെ മടക്കം. അതുകൊണ്ട് സമാധാനത്തോടെ ഞങ്ങളെ ജീവിപ്പിക്കണം, സമാധാനത്തോടെ ഞങ്ങൾ അഭിവാദനം ചെയ്യണമെന്ന മനോഹരമായ ദിക്റാണ് 5 നേരത്തെ പ്രാർത്ഥനയുടെ ശേഷം ഒരു മുസ്ലിം ഉരുവിടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ മതങ്ങളും ഇവിടെ വിളിച്ചോതുന്നത് സമാധാനത്തിന്റെ സുന്ദരമായ മുദ്രാവാക്യമാണ്. പക്ഷേ ചില ആളുകൾ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുന്നത്, ഇന്നും ഇന്നലെയും മിഞ്ഞാന്നുമൊക്കെ ആയിട്ട് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് വളരെ ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും വളരെ ഗൗരവമായ വിഷയമാണ്. പർദ്ദക്കെതിരെയുള്ള നീക്കങ്ങൾ നടക്കുന്നു. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ഗൂഢമായ തന്ത്രങ്ങൾ നടക്കുന്നു. ഒരു ഭാഗത്ത് ആഗോള തലത്തിൽ മുസ്ലിമീങ്ങളെ കരുവാരിത്തേക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. മറ്റൊരു ഭാഗത്ത് നിർബന്ധ മതപരിവർത്തനം നടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ട് അതിനെ സമീപിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്തുകൊണ്ട്? ഈ ഇസ്ലാം എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം ഇത് നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല. അതിന്റെ സ്ഥാപകർ നമ്മളല്ല, ഒരു മനുഷ്യനുമല്ല. ഈ മഹിതമായ സംസ്കാരം മാനവ കുലത്തിന്റെ ഇഹപര ജീവിത വിജയത്തിന് വേണ്ടി പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാൻ 7 ആകാശങ്ങളിൽ നിന്ന് അപ്പുറത്ത് നിന്ന് ഇറക്കിയ സുന്ദരമായ പ്രത്യയശാസ്ത്രമാണ്. ലോകത്ത് കഴിഞ്ഞുപോയ 1,24,000 പ്രവാചകന്മാർ മുഴുവനും അതിന്റെ ദൂതന്മാരാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ സ്ഥാപകനല്ല, ഇസ്ലാമിന്റെ പ്രവാചകനാണ്. സ്ഥാപകനാരാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. ആ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ആരെന്തു പറഞ്ഞിട്ടെന്താ? യുരീദൂന, ഇസ്ലാമിന്റെ ശത്രുക്കൾ ആഗ്രഹിക്കുന്നത്, അൻ യുത്ഫിഊ നൂറല്ലാഹ്, അള്ളാഹുവിന്റെ മനോഹരമായ പ്രകാശമാകുന്ന ഇസ്ലാമിനെ ഈ ലോകത്ത് നിന്ന് നിർമാർജനം ചെയ്യാൻ ചില ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നമ്മൾ മറുപടി പറയേണ്ടതില്ല, അവർക്ക് SKSSF മറുപടി പറയേണ്ടതില്ല, അവർക്ക് സമസ്തയുടെ മുശാവറ മറുപടി പറയേണ്ടതില്ല. അവർക്കുള്ള മറുപടി 1450ഓളം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ സയ്യിദുനാ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, വിശുദ്ധ ഇസ്ലാമിനെ ഈ ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ ആര് ശ്രമിച്ചാലും യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ഈ പ്രകാശത്തെ അല്ലാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാൾ വരെ ഈ ഇസ്ലാം എന്ന് പറയുന്ന മഹിതമായ സംസ്കാരം ലോകത്ത് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഗുജറാത്തിലെന്നല്ല, പഞ്ചാബിലെന്നല്ല, ആഗ്രയിലെന്നല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്ത് പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നിർബന്ധ മതപരിവർത്തനം നടത്തിയാലും ഒരു നിർബന്ധവുമില്ലാതെ, ഒരു സമ്മർദ്ദവുമില്ലാതെ, ഒരു പ്രലോഭനവുമില്ലാതെ ഓരോ ദിവസവും ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വരുന്ന ആയിരക്കണക്കിന് 10,000കണക്കിന് ആളുകളുണ്ട്. യൂറോപ്യൻ നാടുകളിൽ അമേരിക്കയിലും ഫ്രാൻസിലും ഇറ്റലിയിലും ജപ്പാനിലും എന്ന് വേണ്ട, ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ പരിശുദ്ധമായ ഇസ്ലാം ഇന്ന് വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാ. ആരും അവരെ നിർബന്ധിച്ചിട്ട് കൊണ്ടുവരുന്നതല്ല. നമ്മുടെ മലയാളക്കരയിൽ തന്നെ എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? മഹതിയായ മാധവിക്കുട്ടി എന്ന് പറയുന്ന പ്രിയപ്പെട്ട മലയാളത്തിന്റെ എഴുത്തുകാരിയായ മാധവിക്കുട്ടി കമലാസുരയ്യയായി മാറിയത് നമ്മൾ കണ്ടതാ. ആരുടെയും പ്രലോഭനം കൊണ്ടല്ല, ആരുടെയും സമ്മർദ്ദം കൊണ്ടല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെപ്പറ്റി 23 കൊല്ലം ദീർഘമായി
വിശദമായി പഠിച്ചതിന് ശേഷം കൊച്ചിയിലെ കല്ലൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഐതിഹാസികമായ ഒരു ചടങ്ങിൽ വെച്ച് കേരളക്കരയിലെ മുഴുവൻ പ്രബുദ്ധരായ സാഹിത്യകാരന്മാരെയും ബുദ്ധിജീവികളെയും കവികളെയും കവയത്രികളെയും സാക്ഷി നിർത്തിയിട്ട് മാധവിക്കുട്ടി വിളിച്ചു പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ മുസ്ലിമാണ്. കേരളത്തിന്റെ കണ്ണു തള്ളിപ്പോയ സന്ദർഭമാണ്. പിറ്റേ ദിവസം കേരളത്തിലിറങ്ങിയ മുഴുവൻ പത്രങ്ങളിലും വെണ്ടക്ക നിരത്തിയല്ലോ മാധവിക്കുട്ടി മുസ്ലിമായ വിഷയം. പത്രക്കാര് വന്നു, ചാനൽക്കാര് വന്നു, മാധവിക്കുട്ടിയോട് ചോദിച്ചു, മാധവിക്കുട്ടി, എന്താണ് ഈ പ്രായമുള്ള സമയത്തൊരു മനംമാറ്റം? ഈ പ്രായമുള്ള സമയത്ത് എന്താണ് ഒരു മനംമാറ്റം എന്ന് പറഞ്ഞപ്പോ മാധവിക്കുട്ടി പറഞ്ഞ മറുപടി എന്താ? ഇത് എന്റെ പെട്ടെന്നുള്ള മനംമാറ്റമല്ല. വിശുദ്ധ ഇസ്ലാമിനെ പറ്റി, വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് എത്രയോ വർഷമായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 23 കൊല്ലത്തെ ദീർഘമായ പഠനത്തിന് ശേഷം ധാരാളം നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിയതിന് ശേഷമാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഞാൻ തയ്യാറെടുത്തത്. ഇനി മരിക്കുന്നത് വരെ ഒരു മുസ്ലിമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊറ്റ സങ്കടമേയുള്ളൂ, ഈ പവിത്രമായ മതത്തെപ്പറ്റി ഞാൻ വളരെ വൈകിട്ടാണല്ലോ മനസ്സിലാക്കിയത്. അല്ലാഹു എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ സട്ടാവിനെ പറ്റി ഞാൻ വളരെ വൈകിട്ടാണല്ലോ മനസ്സിലാക്കിയത്. ഈ പ്രായം ചെന്ന സമയത്തല്ലേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഞാൻ മനസ്സിലാക്കിയത്. ആ ഒറ്റ സങ്കടം മാത്രമേ എനിക്ക് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്നത് വരെ മുസ്ലിമായിട്ട് പർദ്ദയും മഫ്തയും ധരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ മാധവിക്കുട്ടി ആരുടെയും ഇംഗിതത്തിന് വഴങ്ങിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതല്ല, ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതല്ല. പവിത്രമായ പർദ്ദ എന്ന് പറയുന്ന സുന്ദരമായ വേഷവിധാനത്തിൽ ആകട്ടറായിട്ട് കടന്നു വന്നതാ. പർദ്ദക്കെതിരെ നമ്മുടെ സമുദായത്തിൽ പോലും ഇന്ന് പലരും വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. SKSFന്റെ വേദിയാണല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദരായ നേതാക്കന്മാർ ഇന്നലെ കോഴിക്കോട് യോഗം ചേർന്നിട്ട്, ചേളാരി യോഗം ചേർന്നിട്ട് ആ പ്രസ്താവന നടത്തിയ സംഘടനയോട് സമസ്ത പറഞ്ഞിട്ടുണ്ട് നിലപാട് വ്യക്തമാക്കാൻ. അത് വ്യക്തിയുടെ മാത്രം നിലപാടാണോ, നിങ്ങളുടെ സംഘടനയുടെ നിലപാടാണോ വ്യക്തമാക്കാൻ? ബഹുമാനപ്പെട്ട സമസ്ത നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബാധ്യതയാണ്. ആ വ്യക്തിയുടെ നിലപാടാണോ, നിങ്ങളുടെ സംഘടന നിലപാടാണോ? ഇസ്ലാമിന്റെ പേരിലല്ലേ പ്രവർത്തിക്കുന്നത്, വിദ്യാഭ്യാസത്തിന്റെ പേരിലല്ലേ പ്രവർത്തിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് മനോഹരമായി അച്ചടക്കത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ സദസ്സ് കാണണം നിങ്ങൾ. ഈ സദസ്സിൽ വന്ന 99% സഹോദരിമാരും പർദ്ദ ധരിച്ചിട്ടാ വന്നിരിക്കുന്നത്, മഫ്ത ധരിച്ചിട്ടാ വന്നിരിക്കുന്നത്. അതേതെങ്കിലും ഒരു സംഘടനയുടെ പ്രസിഡന്റോ ഒരു സെക്രട്ടറിയോ അതിനെതിരെ ശബ്ദിച്ചാൽ ഈ പവിത്രമായ പർദ്ദ എന്ന് പറയുന്ന സുന്ദരമായ വേഷവിധാനത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ശ്രമിക്കില്ല, ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാ. ഞാൻ പറഞ്ഞു വരുന്നത്, മാധവിക്കുട്ടിയോട് ചാനൽക്കാർ ചോദിച്ചു, എന്താണ് നിങ്ങൾ പർദ്ദ ഇത്ര കൂടുതൽ ഇഷ്ടപ്പെടാൻ കാര്യമെന്ന്. മാധവിക്കുട്ടി പറഞ്ഞു, ഞാൻ സാരിയും ബ്ലൗസും ധരിച്ചിട്ട് യാത്ര പോയിട്ടുണ്ട്, ഞാൻ ചുരിദാറും മഫ്തയും ഞാൻ ചുരിദാർ ധരിച്ചുകൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ട്, ഞാൻ മിഡിയും ടോപ്പും ധരിച്ചുകൊണ്ട് വിദേശയാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ എനിക്കൊരു അറബ് രാഷ്ട്രം സന്ദർശിക്കാൻ അവസരമുണ്ടായപ്പോ മുസ്ലിം സഹോദരിമാരുടെ വേഷമായ പർദ്ദയും മഫ്തയും ധരിച്ചുകൊണ്ട് ഞാൻ ഒരു യാത്ര നടത്തി നോക്കി. ആ യാത്ര കഴിഞ്ഞു വന്നപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു, സാരി കൊണ്ടും ബ്ലൗസ് കൊണ്ടും ചുരിദാർ കൊണ്ടും മിടി കൊണ്ടും ടോപ്പ് കൊണ്ടും ലഭിക്കാത്ത സംരക്ഷണവും സുരക്ഷിതത്വവും പ്രൊട്ടക്ഷനും പർദ്ദ കൊണ്ടും മഫ്ത കൊണ്ടും എനിക്ക് ലഭിച്ചു. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാൻ പലപ്പോഴും സാരിയും ബ്ലൗസും ധരിച്ചു പോയപ്പോ പല ആളുകളും എന്നെ ശല്യപ്പെടുത്താൻ നോക്കി. പൂവാല ശല്യം ഞാൻ അനുഭവിക്കേണ്ടി വന്നു. പലപ്പോഴും എന്റെ ചാരിത്രം നഷ്ടപ്പെടുമോ എന്ന ഭയം പോലും എനിക്കുമുണ്ടായി. പക്ഷേ പർദ്ദയും മഫ്തയും ധരിച്ചുകൊണ്ട് ഞാൻ യാത്ര പോയപ്പോ ആ യാത്ര കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഞാൻ പൂർണ്ണ സുരക്ഷിതയായിരുന്നു. എന്നെ ഒരാളും ശല്യം ചെയ്യാനും ഒന്നില്ല. ഈ പ്രസ്താവനകൾ നടത്തുന്ന ആളുകൾ ശ്രദ്ധിക്കണം, ആരുടെ അച്ചാരം വാങ്ങിയിട്ടാണ് ഈ പ്രസ്താവന നടത്തുന്നത്. ഈ മഹിതമായ വേഷമെന്ന് പറയുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഈ ഉമ്മത്ത് നെഞ്ചേറ്റിയ വേഷവിധാനമാണ്. ഇതൊരു പ്രസ്താവന കൊണ്ട് ഇവിടുന്ന് എടുത്തു കളയാൻ പറ്റുമെന്ന് നോക്കണ്ട. അല്ലെങ്കിൽ എന്തിനാണ് ഈ പർദ്ദയും മഫ്തയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ സഹോദരിമാർ ഇനി എന്ത് ധരിക്കണമെന്നാണ് ഇവർ പറയുന്നത്? അതുകൂടെ വ്യക്തമാക്കണ്ടേ? പർദ്ദ പാടില്ല, പർദ്ദ സമ്പ്രദായം കാടത്തമാണ്, മഫ്ത ധരിക്കാൻ പാടില്ല, അത് അറബ് നാട്ടിൽ നിന്ന് കടമെടുത്തതാണ് എന്നൊക്കെ പറയുന്ന ആളുകള് ഈ
പ്രിയപ്പെട്ട സഹോദരിമാർ ഇനി എന്ത് ധരിക്കണം എന്ന് കൂടെ വിശദീകരിക്കേണ്ടതുണ്ട്. എന്താണ് അവർ ധരിക്കേണ്ടത്? സാരിയും ബ്ലൗസും ധരിച്ചാൽ മതിയോ? ഹാഫ് കൈയും അരക്കൈയും മുക്കാ കൈയുമുള്ള ബ്ലൗസ് ധരിച്ച് നടന്നാ മതിയോ? മാറും കഴുത്തും പെരടിയും കാണിച്ച് നടന്നാ മതിയോ? വെറുതെയല്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെ ഉസ്താദ് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് പറഞ്ഞതെങ്കിലും വർത്തമാനകാലത്തിലെ എല്ലാ വിഷയങ്ങളെയും ഉസ്താദ് സ്പർശിച്ചിട്ടുണ്ട്. കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന പരിപാടി അല്ലേ, വലിയ പ്രമാദമായിരിക്കുകയാണ്. ഈ വരുന്ന സമയത്ത് സുഹൃത്തിനോട് പറഞ്ഞു, വടകരയിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടും പോലും വടകരയിൽ എന്ത് ചുംബന സമരം, ഒരു ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പരസ്യ ചുംബനം നടന്നില്ലേ നമ്മുടെ നാട്ടിൽ? ആ ഒരു അവസ്ഥയിലേക്ക് ഈ ഉമ്മത്തും മാറണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന് ഉമ്മത്തിനെ കിട്ടില്ല. ഇവിടെ ഈമാനിക ബോധമുള്ള, ഇവിടെ വിജ്ഞാനം കരസ്ഥമാക്കിയ, സമസ്തയെപ്പോലുള്ള ആധികാരികമായ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി പടപൊരുന്ന സംഘടനകളുള്ള കാലത്തോളം നിങ്ങൾക്ക് ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ സുന്ദരമായ മുഖത്തെ എടുത്തു നീക്കാൻ കഴിയില്ല എന്ന് വളരെ ആധികാരികമായി ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വളരെ സുന്ദരമായി മനോഹരമായി ഇസ്ലാമിക ദഅവത്ത് നടത്തുന്നവരാ നമ്മൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എവിടെ നോക്കിയാലും നമ്മുടെ പോസ്റ്ററുകളാണ്. നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. മറ്റുള്ള മതക്കാർക്ക് ഒരിക്കലും ഒരു വിഷമോ പ്രയാസമോ ഇല്ലാത്ത രീതിയിൽ നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കണം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവർ നമ്മുടെ പരിപാടികൾ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ വീക്ഷിക്കുന്നുണ്ട്. അവർക്കൊരു പ്രയാസം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ആ നിലക്ക് നമ്മുടെ ദഅവത്ത് നമ്മൾ നടത്തുക. അൽഹംദുലില്ലാ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം ശ്രവിക്കുന്ന ഹിന്ദു സഹോദരങ്ങളോട്, ക്രിസ്തീയ സഹോദരങ്ങളോട് പറയട്ടെ, ഇവിടെ ഇസ്ലാം എത്രത്തോളം വളരുന്നുവോ ഈ നാട്ടിൽ സമാധാനമുണ്ടാകും. യഥാർത്ഥ ഇസ്ലാമിയത്ത് ഇവിടെ നിന്ന് അസ്തമിക്കുമ്പോഴാണ് നിങ്ങൾ പേടിക്കേണ്ടത്. ഇസ്ലാം വളരുമ്പോഴല്ല നിങ്ങൾ പേടിക്കേണ്ടത്. കാരണം ഇസ്ലാം വളർന്നാൽ ഇവിടെ സമാധാനം ഉണ്ടാകുള്ളൂ. ഇസ്ലാം വളർന്നാൽ ഇവിടെ സമാധാനം ഉണ്ടാകുള്ളൂ. ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ സമാധാനമാണ്. ഞാൻ പറയുന്നത് യഥാർത്ഥ മുസ്ലിമുകളെ പറ്റിയ ഇസ്ലാമിന്റെ ലേബലിൽ ആരെങ്കിലും ഒരു ചെറിയ ന്യൂനപക്ഷം എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് ഈ ഉമ്മത്ത് അതിന് ഉത്തരവാദിയല്ല. യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേശസ്നേഹം പഠിപ്പിച്ച, അയൽപക്ക ബന്ധം പഠിപ്പിച്ച, അതുപോലെ തന്നെ മറ്റുള്ള മതക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ച യഥാർത്ഥ മുസ്ലിമുകൾ ഈ നാട്ടിലുള്ള കാലത്തോളം നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കും. യാതൊരു സംശയവും ആ വിഷയത്തിലില്ല. പക്ഷെ എന്താവണം? നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയാവണം നമ്മളെല്ലാവരും പ്രവർത്തിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വളരെ ആധികാരികമായിട്ട് പ്രാഥമികമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ പരിപാടിയുടെ തുടക്കമാണെന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ദിവസങ്ങളോളം പരിപാടികൾ നടക്കുകയാ. പ്രൗഢമായ പ്രഭാഷണങ്ങളാണ് നടക്കാനിരിക്കുന്നത്. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഈ പരിപാടികൾ, ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ നമ്മൾ ഖൽബ് കൊണ്ട് ഏറ്റെടുക്കണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇത് കേവലം വായ കൊണ്ടുള്ള ഒരു പറച്ചിലായി, ചെവി കൊണ്ടുള്ള ഒരു കേൾക്കലായി മാറിയാൽ ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകൂല. 2 മണിക്കൂറല്ല, 100 മണിക്കൂർ വഴന്നു പറഞ്ഞിട്ടും കാര്യമല്ല. എന്തു വേണം? പറയുന്നവർ അത് ഖൽബ് കൊണ്ട് പറയണം, കേൾക്കുന്നവർ അത് ഖൽബിലേക്ക് ആവാഹിച്ചെടുക്കണം. അത് മാത്രമേ നമ്മുടെ വഅളുകൾ ഒക്കെ ഫലിക്കുകയുള്ളൂ എന്ന് പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയോ, നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 2 മണിക്കൂർ നീണ്ട ഒരു പ്രഭാഷണം നടത്തിയതിന് ചരിത്രത്തിൽ രേഖയില്ല. ഉണ്ടോ? അള്ളാന്റെ ഹബീബ് 2 മണിക്കൂർ നേരം പ്രഭാഷണം നടത്തിയതിന് ചരിത്രത്തിൽ രേഖയുണ്ടോ? ഇല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ 23 കൊല്ലത്തെ പ്രബോധന ജീവിതത്തിനിടയിൽ നടത്തിയ ഏറ്റവും ദീർഘമായ ഒരു പ്രഭാഷണമുണ്ട്. അത് 5 മിനിറ്റ് തികയില്ല. 5 മിനിറ്റ് തികയില്ല. എവിടെ വെച്ച് നടത്തിയ പ്രഭാഷണമാണ്? ഹജ്ജത്തുൽ വദാഇൽ വെച്ച്, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപന സമ്മേളനത്തിൽ വെച്ച്, പരിശുദ്ധമായ അറഫ മരുഭൂമിയിൽ വെച്ച് നടത്തിയ പ്രഭാഷണമാണ്. ആ പ്രഭാഷണം ഇന്നും ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ആ ഹദീസ് ഇന്നും ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ആ പ്രഭാഷണം 5 മിനിറ്റ് തികയില്ല. പക്ഷേ അത് ലോകത്ത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് സൃഷ്ടിച്ചല്ലോ. എന്തുകൊണ്ടാണ്? അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറിയ ആംഗ്യങ്ങൾ പോലും, ചെറിയ വാചകങ്ങൾ പോലും വലിയ പ്രതിഫലനമുണ്ടാക്കിയത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞിരുന്നത് ഖൽബ് കൊണ്ടാ. അള്ളാന്റെ ഹബീബ് നാവ് കൊണ്ടല്ല സംസാരിച്ചിരുന്നത്, ഖൽബ് കൊണ്ട് പറഞ്ഞപ്പോ തന്റെ മുമ്പിലുണ്ടായിരുന്ന മഹാരഥന്മാരായ സ്വഹാബത്തെ കിറാം അത് ഏറ്റെടുത്തത് ഖൽബ് കൊണ്ടാണ്.
അതിന് തൽഖീൻ എന്ന് പറയാ. തൽഖീൻ എന്ന് അറബി പറയാ. കൽബിൽ നിന്ന് കൽബിലേക്കുള്ള പ്രവാഹം. അതാവണം നമ്മുടെ വഅദുകൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പരിപാടികൾക്കൊക്കെ വലിയ അസറുണ്ടാകും. ഇല്ലെങ്കിലോ ഈ വാൾ പോസ്റ്റും ഈ പോസ്റ്ററും ഈ അനൗൺസ്മെന്റും ഈ ഒച്ചപ്പാടും ബഹളമായിട്ട് അത് അവസാനിക്കും. അത് യാതൊരു മാറ്റവും അതുകൊണ്ട് ഉണ്ടാകൂല. പറയുന്നവർ കൽബ് കൊണ്ട് പറയാ, കേൾക്കുന്നവർ കൽബ് കൊണ്ട് കേൾക്കുക. നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു പ്രിയപ്പെട്ട സ്വഹാബി കടന്നു വന്നു. ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്, ഒന്നൊഴികെ. നിങ്ങൾ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിസ്കരിച്ചോളാം. നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോമ്പെടുത്തോളാം. ഹജ്ജ് ചെയ്യാൻ പറഞ്ഞില്ലേ, ഞാൻ ഹജ്ജ് ചെയ്തോളാം. എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്തോളാം. പക്ഷെ നബിയേ, ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് വിട്ടുവീഴ്ച തരണം. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, പ്രിയപ്പെട്ട സഹോദരാ, എന്തിൽ നിന്നാണ് നിനക്ക് വിട്ടുവീഴ്ച തരേണ്ടത്? എന്തിലാ നിനക്ക് ഇളവ് തരേണ്ടത്? ഞാനൊന്ന് കേൾക്കട്ടെ. ഈ ചെറുപ്പക്കാരൻ പറയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ ജീവിതത്തിൽ ഒരു വലിയ വീക്ക്നെസ് ഉണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു വലിയ പോരായ്മയുണ്ട്, ഒരു വലിയ ന്യൂനതയുണ്ട്, മൈനസ് പോയിന്റ് ഉണ്ട്. എനിക്ക് വ്യഭിചരിക്കാതെ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല നബിയേ. എനിക്ക് വ്യഭിചരിക്കാതെ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ അംഗീകരിച്ചോളാ. വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ ഒരു ഇളവ് എനിക്ക് തരണമെന്ന് ആരോടാണ് പറയുന്നത്? വ്യഭിചാരമെന്ന് പറയുന്ന മഹാവൃത്തികേടിനെതിരെ ലോക ചരിത്രത്തിൽ ഐതിഹാസികമായ സമരം പ്രഖ്യാപിച്ച ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് പുഞ്ചിരി തൂകിക്കൊണ്ട് മന്ദസ്മിതം തൂകിയിട്ട ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, കണ്ണിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, പ്രിയപ്പെട്ട മോനെ, നിനക്ക് ഉമ്മയുണ്ടോ? നിനക്ക് ഉമ്മയുണ്ടോ? അയാൾ പറഞ്ഞു, നബി, എനിക്ക് ഉമ്മയുണ്ട്. നിനക്ക് പെങ്ങളുണ്ടോ? അതെ നബി, എനിക്ക് പെങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ മറ്റൊരുത്തൻ വന്നിട്ട് കടന്നു പിടിക്കുന്നത്, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ബലാത്സംഗം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണോ പ്രിയപ്പെട്ട മോനെ? ഇത് കേട്ടപാടെ ആ പ്രിയപ്പെട്ട സഹോദരൻ ഞെട്ടിത്തിരിക്കുകയാണ്. അയാൾ പറഞ്ഞു, നബി, എന്താ നിങ്ങൾ ചോദിക്കണത്? നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഒരാൾ വന്നിട്ട് കടന്നു പിടിക്കുകയോ? അവന്റെ ഉടലിൽ തല ഞാൻ വെച്ചേക്കൂല നബിയെ. അള്ളാന്റെ ഹബീബ് വീണ്ടും ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മറ്റൊരാൾ വിചരിക്കുന്നത് മോനെ നിനക്ക് ഇഷ്ടാണോ? ഇയാള് പറഞ്ഞു, നബിയെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മറ്റൊരാൾ വ്യഭിചരിക്കുകയോ? അവനെ ഞാൻ ഈ ദുനിയാവിൽ പിന്നെ വെച്ചേക്കൂല നബിയെ. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, എന്നാൽ മോനെ, ഞാൻ നിനക്ക് വ്യഭിചരിക്കാനുള്ള ലൈസൻസ് തന്നാൽ, വ്യഭിചരിക്കാനുള്ള അനുവാദം നിനക്ക് ഞാൻ തന്നാൽ, നീ ആരെയാണ് വ്യഭിചരിക്കുക? ഒന്നുകിൽ മറ്റൊരുത്തന്റെ ഉമ്മയെ, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ പെങ്ങളെ, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ ഭാര്യയെ, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ മകളെ. ഇത് അവർക്ക് ഇഷ്ടമാകുമോ എന്ന് ചോദിച്ചു ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട്. അറിച്ചു നോക്കൂ, വല്ലാത്തൊരു ചോദ്യമാണ്. സൈക്കോളജിക്കലായ, മനഃശാസ്ത്രപരമായ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നിശബ്ദനായി, പരതന്ത്രനായി, പരിഭ്രാന്തനായി, വിനയത്തോടെ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയെ, ഈ സദസ്സിലേക്ക്, നിങ്ങളുടെ ഹളറത്തിലേക്ക് വരുന്നത് വരെ എനിക്ക് ഏറ്റവും ഇഷ്ടം വ്യഭിചാരത്തോടായിരുന്നു. ഈ നിമിഷം മുതൽ, ഈ സെക്കൻഡ് മുതൽ നബിയെ, ആ വൃത്തികേടിൽ നിന്ന് ഞാനിതാ മാറി നിൽക്കുന്നു യാ റസൂലല്ലാഹ്. ഇനി എനിക്ക് വ്യഭിചരിക്കേണ്ട. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് വ്യഭിചാരം എന്ന വിഷയത്തിൽ 2 മണിക്കൂർ വഅദ് പറഞ്ഞോ? CD ഇറക്കിയോ? വീഡിയോ ക്ലിപ്പ് മൊബൈലിലേക്ക് സെൻഡ് ചെയ്തു കൊടുത്തോ? ഒന്നും ചെയ്തില്ല. ഒറ്റ ചോദ്യം. ആ ചോദ്യം കൽബിൽ നിന്നാ വന്നത്. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അത് ഏറ്റെടുത്തത് കൽബിലേക്കാ. അതുകൊണ്ടാ മാറ്റം വന്നത്, അല്ലേ? മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി, ലികുല്ലി വലില്ലഹു ഖദമു വ ഇന്നി على قدم النبي بدر الكمال لكل ول له قلب وإني
على قلب النبي بدر التمام. ആധ്യാത്മിക ലോകത്തെ ആത്മീയ വിഹായുസിലെ ചക്രവർത്തിയായ ഒരു കാലഘട്ടത്തിന്റെ വിസ്മയമായിരുന്ന ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി, ബഗ്ദാദിന്റെ മനോഹരമായ മണ്ണിൽ കടന്നുറങ്ങുന്ന ലോകത്തെ ഔലിയാഇന്റെ നേതാവായ മഹാനായ മുഹയ്യിദ്ദീൻ തങ്ങൾ, മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ ചരിത്രം രേഖപ്പെടുത്തുന്നു. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പ്രഭാഷണം കേട്ടിട്ട് നൂറുകണക്കിന് ആളുകൾ ഒരേ സദസ്സിൽ വെച്ച് ബോധം കെട്ട് വീണിരുന്നു. വഅദ് കേട്ടിട്ട് ബോധം കെട്ട് വീണിരുന്നു. അപ്പൊ ആ വഅദ് ആലോചിച്ച് നോക്കുന്നു, എങ്ങനത്തെ വഅദായിരിക്കും? നമ്മള് പലപ്പോഴും പ്രഭാഷണം കേൾക്കുമ്പോൾ ഇരുന്ന് കരയാറുണ്ട്. ഈ വിനീതന് തന്നെ എത്രയോ അനുഭവമുണ്ട്. മരണത്തെപ്പറ്റി പറയുമ്പോ, ഖബറിനെ പറ്റി പറയുമ്പോ സദസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ടാകും, ചെറുപ്പക്കാരടക്കം. അല്ലേ? അത് ഈമാനാണ്. അള്ളാഹു ആ ഒരു മനസ്സ് നമുക്ക് എന്നും തരട്ടെ. ഞാൻ പറയുന്നത് മഹാനായ അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പ്രഭാഷണം നടത്തുമ്പോൾ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ പലരും ബോധം കെട്ട് വീഴുമായിരുന്നു. കാരണം പറഞ്ഞിരുന്നത് ഖൽബ് കൊണ്ടാ, അവർ കേട്ടിരുന്നതും ഖൽബ് കൊണ്ടാണ്. അങ്ങനെ ഖൽബ് കൊണ്ട് എവിടെ വഅദ് പറഞ്ഞിട്ടുണ്ടോ, ഖൽബ് കൊണ്ട് എവിടെ വഅദ് സ്വീകരിച്ചിട്ടുണ്ടോ, അവിടൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്, അവിടൊക്കെ വലിയ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുൽത്താനായി അറിയപ്പെടുന്ന ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു അവിടത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. സുൽത്താനുൽ ഹിന്ദാണ്, ഇന്ത്യയുടെ ചക്രവർത്തിയാണ്. രാജസ്ഥാനിലെ അജ്മീറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഖാജ തങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് 90 ലക്ഷം ആളുകളാണ്. നിർബന്ധം മതപറ്റം നടത്തിയിട്ടല്ല, ഓരോ മാസവും ലക്ഷക്കണക്കിന് ഉറുപ്യ സംഭാവന പിരിച്ചിട്ടല്ല. അങ്ങനെ പത്രങ്ങൾ എഴുതിയത്. മുസ്ലിമിനെ മതം മാറ്റാൻ 5 ലക്ഷം, ക്രിസ്ത്യാനിയെ മാറ്റാൻ 2 ലക്ഷം. അങ്ങനെ കോടികൾ നീക്കി വെച്ചിട്ട് സംഭാവന പിരിച്ചിട്ടല്ല. മഹാനായ ഖാജ തങ്ങൾ വശ്യമനോഹരമായ രീതിയിൽ അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തിയപ്പോ, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് കാണിച്ചു കൊടുത്തപ്പോ, ഇസ്ലാം കാരുണ്യത്തിന്റെ, ഐക്യത്തിന്റെ, അഖണ്ഡതയുടെ, സഹവർത്തിത്വത്തിന്റെ, സമഭാവനയുടെ, സ്നേഹത്തിന്റെ സന്ദേശമാണെന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോ 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സ്വമേധയാ, സ്വയട്ടപ്രകാരം 1 കോടിയോളം വരുന്ന ആളുകൾ. അപ്പൊ ആ പ്രഭാഷണം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ആ ഉത്ബോധനം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ പറയുന്നത് നമ്മളൊക്കെ എത്ര വഅദ് പറയുന്നുണ്ട്. നൗഷാദ് ബാക്കവി ഉസ്താദിന്റെ പരിപാടി ഉണ്ടെങ്കിൽ എത്ര ദൂരം നിന്നാണ് നമ്മൾ വണ്ടി എടുത്ത് പോവാറുള്ളത്. അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദിന്റെ പ്രഭാഷണം ഉണ്ടെങ്കിൽ എത്ര ദൂരം നിന്നാണ് നമ്മൾ പോവാറുള്ളത് പ്രഭാഷണം കേൾക്കാൻ. എത്ര പ്രഭാഷണങ്ങൾ ഓരോ ദിവസം നമ്മുടെ കേരളക്കരയിൽ നടക്കുന്നുണ്ട്. ഇവിടെ ചെറ്റക്കണ്ടിയിൽ ഇവിടെ പ്രഭാഷണം നടക്കുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ദഅവത്തൊക്കെ നല്ല പോലെ നടക്കുന്നുണ്ട്, പക്ഷെ അതനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടോ? ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കാണ്, മാറ്റങ്ങളുണ്ടോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന വഅദുകളെ കൊണ്ട് മാറ്റമുണ്ടാവുകയാണെങ്കിൽ ഇവിടെ കുറ്റകൃത്യങ്ങളിൽ ഒറ്റ മുസ്ലിം പോലും ഉൾപ്പെടാൻ പാടില്ല, ഒരാൾ പോലും കള്ളു കുടിക്കാൻ പാടില്ല. കള്ളുകുടിയുടെ വഅദ് കേൾക്കാത്ത ആരാ ഉള്ളത്? ഞാൻ ആഞ്ചേരിയിൽ ഒരു പ്രഭാഷണത്തിന് ചെന്നപ്പോ അന്ന് അവർ വിഷയം തന്നത് മദ്യപാനത്തിന്റെ വിപത്തുകൾ എന്നായിരുന്നു വിഷയം. ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സദസ്സിൽ ഒരു മദ്യപാനി ഉണ്ടായിരുന്നു. കുടിച്ചിട്ട് വന്ന് വഅദ് കേൾക്കുന്ന ആളുണ്ടായിരുന്നു. ഞാൻ കുറെ മദ്യത്തെ പറ്റി പറഞ്ഞപ്പോ അയാൾ അടുത്ത് വന്ന് നിന്നിട്ട് സ്റ്റേജ് കയറിയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ കുറെ നേരമായില്ല മദ്യത്തെ പറ്റി പറയണത്, നിങ്ങൾ എന്താ പുകവലിനെ പറ്റി പറയാത്തതെന്ന് ചോദിച്ചു. എനിക്ക് അനുഭവമാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, വഅദ് കേട്ടിട്ട് വഅദിന്റെ സദസ്സിൽ പോലും മദ്യപാനികൾ വന്നിരിക്കുന്ന കാലഘട്ടം. എത്ര ദഅവത്ത് നടക്കുന്നുണ്ട്, എത്ര പ്രഭാഷണം നടക്കുന്നുണ്ട്. എന്താ ഇതൊന്നും ഫലിക്കാത്തത്? എന്താ ഇതൊന്നും ഫലിക്കാത്തത്? അവിടെയാണ് ഞാൻ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ വേദന പങ്കുവെക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിനെ നമ്മൾ മനോഹരമായിട്ട് ദഅവത്ത് ചെയ്യുന്നുണ്ട്. മുസ്ലിംകളെ പോലെ മതത്തെ ദഅവത്ത് നടത്താൻ, പ്രബോധനം ചെയ്യാൻ കാശ് ചെലവഴിക്കുന്നത് പോലെ കേരളക്കരയിൽ ഒരു മതവും കാശ് ചെലവഴിക്കുന്നില്ല. എത്ര സിസ്റ്റമാറ്റിക്കലാ. ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെ ഭൂരിപക്ഷമല്ലേ? ഹൈന്ദവ സഹോദരങ്ങൾക്ക് മതം പഠിക്കാൻ എന്താണ് സംവിധാനമുള്ളത്? ചില പ്രധാനപ്പെട്ട ചില പ്രത്യേക ദിവസങ്ങളിലുള്ള ക്ലാസുകൾ മാത്രം, അഖണ്ഡ നാമയജ്ഞം എന്ന പേരിൽ അവർ സംഘടിപ്പിക്കുന്ന പരിപാടികൾ. ക്രൈസ്തവ സഹോദരങ്ങൾക്കോ ഫ്രൈഡേ ക്ലാസ് എന്ന പേരിൽ അല്ലെങ്കിൽ സൺഡേ ക്ലാസ് എന്ന പേരിൽ ചില ക്ലാസുകൾ നടക്കും അവർക്ക്. നമുക്കോ വിവിധ സംഘടനകളുടെ
10,000-ൽ പരം വരുന്ന മദ്രസകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് ഏറ്റവും വലിയ ജനസ്വാധീനമുള്ള മതവിദ്യാഭ്യാസ ഏജൻസി. 9,000 വരുന്ന മദ്രസകൾ സമസ്തയുടെ കീഴിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത്രത്തോളം സിസ്റ്റമാറ്റിക്കലായി വ്യവസ്ഥാപിതമായി മതം പഠിപ്പിക്കപ്പെട്ടിട്ട് പിന്നെ എന്തുകൊണ്ടാണ് 16-17 വയസ്സാകുമ്പോഴേക്കിന് പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയും അടിമകളാകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഒളിച്ചോടുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട വീട്ടമ്മമാർ ആത്മഹത്യ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നാട്ടിൽ നടക്കുന്ന എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, അതിലൊരു മുസ്ലിമിന്റെ പേര് പോലും ഇല്ലാത്ത കുറ്റകൃത്യങ്ങൾ നമുക്ക് കാണാൻ പ്രയാസമാണ്? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അവിടെയാ ഞാൻ പറയുന്നത്, പ്രഭാഷണങ്ങളും വഅദുകളൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ടെങ്കിലും ഇത് കേൾക്കുന്നത് ഒരു ചെവി കൊണ്ട് കേട്ടിട്ട് മറ്റേ ചെവിയിലൂടെ കടത്തിവിടുകയാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് ഖൽബ് കൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ, പറയുന്ന വഅദുകൾ ഖൽബ് കൊണ്ട് ഏറ്റെടുക്കുന്ന കാലഘട്ടം വന്നാൽ, എന്റെ ഉമ്മമാരെ നമുക്ക് മാറ്റം വരില്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്ക് മാറ്റം വരില്ലേ? ഈ SKSF-ന്റെ ചുണക്കുട്ടികൾ സംഘടിപ്പിച്ച പരിപാടി എത്ര മനോഹരമാണ് ഈ സദസ്സ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു ശാഖാ കമ്മിറ്റി സംഘടിപ്പിച്ച സദസ്സല്ലേ ഇത്? ഒരു മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും ശരീരത്തിലേക്ക് പതിക്കാത്ത രീതിയിൽ സുന്ദരമായി സംവിധാനിച്ച ഈ സദസ്സ്, ഇതിന് എത്ര സമ്പത്തിന്റെ ചെലവുണ്ട്? ഇതിന്റെ മൈക്കിന്, ഇതിന്റെ ലൈറ്റിന്, മറ്റുള്ള എന്തെല്ലാം ചെലവുകൾ ഇതിനുണ്ട്? ഇവിടെ ദിവസങ്ങളോളം പരിപാടി നടക്കുമ്പോ ഈ പരിപാടി കൊണ്ട് ഒരാൾക്ക് ഈമാൻ വർദ്ധിച്ചില്ലെങ്കിൽ, ഒരാളുടെ ഹിദായത്ത് വർദ്ധിച്ചില്ലെങ്കിൽ ഈ പരിപാടി പരാജയപ്പെട്ടു പോകൂല്ലേ? അതുകൊണ്ട് വളരെ വിനയത്തോടെ പ്രഥമ ദിവസം എന്ന നിലക്ക് ഞാൻ പറയുകയാണ്, ഇവിടെ വരാൻ പോകുന്ന പ്രഭാഷകരൊക്കെ വലിയ പ്രഭാഷകന്മാരാണ്. സുന്ദരമായ വിഷയങ്ങളാണ് കാര്യം ചെയ്യുന്നത്. അത് നമ്മൾ കേട്ടിട്ട് അഭിപ്രായ പ്രകടനം നടത്തിയിട്ട് പോയാ പോരാ. നമുക്ക് അങ്ങനെ ഒരു സൂക്കറുണ്ട്. പോണ സമയത്തുള്ള കാര്യമായ ചർച്ച എന്താ? മൂപ്പര ശൈലി തിരക്കടി, പക്ഷെ എന്നാലും പോരാ, ബാക്കവിന്റെ അങ്ങോട്ട് എത്തൂല. അങ്ങനെ പറയാം. പാടണ്ടേ? ഇപ്പത്തെ കാലല്ലേ, കുറച്ച് മാപ്പിളപ്പാട്ടൊക്കെ വേണ്ടേ? അല്ലെങ്കിൽ കോമഡി ഒന്നും തീരല്ല. അഭിപ്രായപ്പെട്ട ചെറിയ ഉപകാരം ഉണ്ടാവില്ല. ഇവിടെ പറയുന്ന കൽബിലേക്ക് ഏറ്റെടുത്ത് ജീവിതത്താൻ ശ്രമിക്കുക. കൊണ്ട് മാറ്റമുണ്ടാകും. അള്ളാഹു ഈ നാട്ടിലെ ദീനീ ചൈതന്യത്തിന്റെ ഒരു കാരണമായി ഈ പാടി മാറ്റിത്തരട്ടെ എന്ന് വളരെ ആമുഖമായി, വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നാളെയുടെ പ്രതീക്ഷകൾ എന്നാണ് എനിക്ക് സംസാരിക്കേണ്ടത്. ഇത് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് പ്രഭാഷണ വേദികളിൽ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ആലോചിച്ചാൽ, പലപ്പോഴും മക്കളെപ്പറ്റി ഉമ്മമാർക്ക് പരാതിയാണ്. ഉമ്മമാർക്കും മാതാപിതാക്കൾക്കും മക്കളെ പറ്റി പരാതിയാണ്. എന്താ പരാതി? ഉസ്താദെ, മോന് പറഞ്ഞത് കേൾക്കണില്ല, മോന് അനുസരണക്കേട് കാണിക്കുക, മോൻ പോകുന്നില്ല, മദ്രസയിൽ പോകുന്നില്ല, വൈകുന്നേരത്ത് പഠിച്ചത് മദ്രസയിൽ നിന്ന് ഉസ്താദ് പഠിപ്പിച്ചു തന്നെടുത്ത് വായിക്കാൻ പറയുമ്പോ അനുസരിക്കുന്നില്ല, അവൻ കടയിൽ പോകാൻ പറയുമ്പോ അനുസരിക്കുന്നില്ല, അവൻ ഒരുപാട് ദുശ്ശീലങ്ങളുടെ ഉടമയാണ്. അതുപോലെ തന്നെ ഞാനൊരു വീട്ടിൽ ചെന്നു ഞാന് ഒരു വിഷയത്തിന് പോയതാണ്. അവിടുത്തെ മാതാവിനോട് ചോദിച്ചു, മോനെ പറ്റി ഇങ്ങനെ പരാതി പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ദുശ്ശീലങ്ങൾ വല്ലതുണ്ടോ മോന്? ഉമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മാതാവ് പറഞ്ഞ മറുപടി, അങ്ങനെ ദുശ്ശീലങ്ങളുടെ ഇടക്കൊന്ന് കുടിക്കുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. ഇടക്കൊക്കെ ഒന്ന് കുടിക്കും, വേറെ കുഴപ്പമില്ല. ആലോചിച്ചു നോക്ക് നിങ്ങൾ. എല്ലാവർക്കും പരാതിയാ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂര്, യമസ്താദ് ഇവിടെ ഉണ്ടെങ്കിൽ അറിയും. അബ്ദുസമദ് പൂക്കോട്ടൂര് ഒരു ദിവസം ഹജ്ജ് പഠന ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ സമയത്ത് കയറി വന്നു സ്റ്റേജിലേക്ക്. എന്നിട്ട് സമദ് സാഹിബിനോട് പറഞ്ഞു, നിങ്ങൾ ഹജ്ജിനൊക്കെ പോവല്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി കാര്യമായിട്ടൊന്ന് മക്കത്തൊന്ന് മദീനത്തൊന്ന് ദ്വാരക്കണം. അപ്പൊ ഇയാൾ ചോദിച്ചു, ബഹുമാനപ്പെട്ട അബ്ദുസമദ് സാഹിബ് ചോദിച്ചു, ദ്വാരക്കേണ്ടത്? ഇയാൾ പറഞ്ഞു, 3 ആൺകുട്ടികളുണ്ട്, ആ 3 ആൺകുട്ടികളൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അങ്ങനെ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം. അബ്ദുസമദ് പൂക്കോട്ടൂർ ജീവിച്ചിരിക്കുന്ന ആളല്ലേ. 3 ആൺകുട്ടികളുണ്ട് എനിക്ക്, ഓലും 3 ആളൊന്ന് മരിച്ചു കിട്ടേണ്ടി, നിങ്ങളൊന്ന് ദ്വാരക്കണം മക്കത്തൊന്നും മദീനത്തൊന്നും. അപ്പൊ അത്ഭുതത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അങ്ങനെയൊക്കെ പറയണത്? ഈ മനുഷ്യൻ പറയാണ് കരഞ്ഞുകൊണ്ട്, ഉസ്താദെ, എന്റെ മൂത്ത മകന് നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനാ, 2ാമത്തെ മകന് നാട്ടു പെണ്ണുപിടിയനാ, 3ാമത്തെ മകന് നാട്ടിലെ ഏറ്റവും വലിയ കള്ളനാണ്.
എന്തിനാ ഞാനും എന്റെ പെണ്ണുങ്ങളും ജീവിക്കണത്? ആകെ 3 കുട്ടികളേ ഉള്ളൂ, നിങ്ങളുണ്ടായിട്ട് എന്താ കാര്യം? സുബ്ഹാനല്ലാഹ്, എവിടെ ചെന്നാലും പല സദസ്സുകളിലും ചെല്ലുമ്പോ ദുആ കൊണ്ട് വസിയ്യത്ത് കേൾക്കാറുണ്ട്. മക്കൾ നന്നാവാൻ വേണ്ടി ഉസ്താദ് ദ്വാർക്കണം, മകൻ ഒരുപാട് ദുശ്ശീലങ്ങളുണ്ട്, അവന് ദ്വാർക്കണം. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തല്ലേ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്? മക്കൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മള്? മക്കൾ ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്തവരല്ലേ നമ്മള്? മക്കൾ ഉണ്ടാവാൻ വേണ്ടി മറ്റുള്ളവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരല്ലേ നമ്മള്? മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ വിലാസത്തിന്റെ അടയാളങ്ങളാണ്. നമുക്ക് അഡ്രസ് ഉണ്ടാകുന്നത് മക്കൾ ഉണ്ടാകുമ്പോഴാണ്. മക്കൾ വേണം. അതുകൊണ്ടാണ് മഹാന്മാരായ പ്രവാചകന്മാർ മുഴുവനും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തത്. വാർദ്ധക്യ സമയത്ത് പോലും സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചില്ലേ, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ തരണം, എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇത് പറയുമ്പോ ഈ സദസ്സിൽ ഒരുപക്ഷെ സന്താന ഭാഗ്യം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ദമ്പതികൾ ഉണ്ടാവാ. എല്ലാ സദസ്സിലും പോകുമ്പോൾ ചെല്ലുമ്പോൾ കേൾക്കുന്ന വല്ലാത്തൊരു വിഷമമാണത്. കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി, 12 കൊല്ലമായി, 15 കൊല്ലമായി ഉസ്താദൊന്ന് ദുആ ചെയ്യണം, അല്ലാഹുവേ അല്ലാഹുവേ. അങ്ങനെ സന്താന ഭാഗ്യമില്ലാതെ ജീവിക്കുന്ന, നിരാശരായി കഴിയുന്ന എത്രയോ ദമ്പതികളുണ്ട് നാഥാ. ഈ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ നേതാവ് അഭിവന്യനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ, അത്തരം ദമ്പതിമാർക്ക് നീ സന്താന ഭാഗ്യം നൽകണേ അല്ലാ. ഈ സദസ്സിൽ അങ്ങനെയുള്ള ദമ്പതിമാരുണ്ടെങ്കിൽ അല്ലാഹുവേ, അവരുടെ ചികിത്സയിൽ പുരോഗതി നൽകണേ അല്ലാ. അവർക്ക് നീ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളുണ്ടാവണം. മക്കളുണ്ടായാലേ നമുക്ക് അഡ്രസ് ഉണ്ടാകുള്ളൂ. അതുകൊണ്ടല്ലേ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി ദ്വാരുന്നത്? വാർദ്ധക്യ സമയത്തല്ലേ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കിട്ടിയത്? മക്കൾക്ക് വേണ്ടി ദ്വാർക്കണം. എന്തിനാണ് മക്കൾ? മഹാനായ ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, കല്യാണം കഴിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ, ഫവായിദുൻ നിക്കാഹ് എന്ന് പറഞ്ഞിട്ട് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ മഹാനായ അബൂ ഹാമിദിനുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. വിവാഹം കൊണ്ട് കിട്ടാൻ പോണ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് മക്കളാണ്, സ്വാലിഹായ മക്കള്. എങ്ങനത്തെങ്കിലും മക്കളുണ്ടായിട്ട് കാര്യമില്ല, കുറെ മക്കളുണ്ടായിട്ട് കാര്യമില്ല. പട്ടികൾ പെറും പോലെ കുറെ മക്കളുണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ കുറ്റപ്പെടുത്തില്ല കേട്ടോ, എന്റെ പ്രസംഗത്തിന്റെ ശൈലിയാന്ന് വിചാരിച്ചാൽ മതി. പട്ടി പെറുമ്പോ അങ്ങനെയാണ്, കുറെ പെറും, കുറെ പ്രസവിക്കും, ഒന്നുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ലല്ലോ എന്നതുപോലെ കുറെ മക്കളുണ്ടായിട്ട് കാര്യമല്ല. അള്ളാഹ് ആഗ്രഹിക്കുന്നത്, അള്ളാന്റെ ഹബീബ് ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന മക്കൾ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹ് ആഗ്രഹിക്കുന്നത് അതാണ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന മക്കൾ ഉണ്ടാവണം ഇവിടെ. അതുകൊണ്ടല്ലേ പറഞ്ഞത് തസവ്വജൂ അൽ വലൂദൽ വദൂദ്. തസവ്വജൂ, നിങ്ങൾ കല്യാണം കഴിക്കണേ. അൽ വലൂദ, കൂടുതൽ പ്രസവിക്കാൻ കഴിയുന്ന പെണ്ണിനെ, കൂടുതൽ പ്രസവിക്കാൻ മനസ്സ് കാണിക്കുന്ന പെണ്ണിനെ, കൂടുതൽ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണം. വൽ വദൂദ, നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്ന സ്നേഹമസൃണമായ മനസ്സിന്റെ ഉടമയായ പെൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് മദീനയുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ. പരമാവധി കുട്ടികൾ ഉണ്ടാവണം. എന്തിനാണ്? കുട്ടികൾ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനല്ല, തീവ്രവാദ പ്രവർത്തനം നടത്താനല്ല, മറ്റുള്ള മതക്കാരെ ബുദ്ധിമുട്ടിക്കാനല്ല. എന്തിനാണ് മക്കളെന്നറിയുമോ? ഈ മാനവരാശിയെ നിലനിർത്താൻ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ സുന്ദരമായ മാതൃക കാണിച്ചുകൊണ്ട് ലോകത്തു ജീവിക്കാൻ. അതിലൂടെ സന്തോഷിക്കുന്നതാരാണ്? മാതാപിതാക്കൾ മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, SKSF പരിപാടി സംഘടിപ്പിച്ചതിന്റെ സംഘാടകർ ഈ നാടിന്റെ അഭിമാനങ്ങളല്ലേ. അവരുടെ മാതാപിതാക്കൾക്ക് ഈ സമയത്ത് സന്തോഷിക്കാം. അൽഹംദുലില്ലാഹ്, എന്റെ പൊന്നുമോനല്ലേ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തത്, എന്റെ പൊന്നുമോനല്ലേ ഇവിടെ പന്തൽ കെട്ടിയത്, എന്റെ പ്രിയപ്പെട്ട മോനല്ലേ ഇതിന് പോസ്റ്റർ ഒട്ടിച്ചത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് അഭിമാനിക്കാ. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടില്ലേ. എത്ര ഉപ്പമാർ
ഉമ്മമാരാണ് ഭാഗ്യം ചെയ്ത ഉപ്പമാർ. ആ പ്രിയപ്പെട്ട ഉപ്പമാരുടെ മക്കളൊക്കെ ദീനിന്റെ ഖാദിമീങ്ങളാ. ഞാൻ പറയാറുണ്ട്, ഒരു കാലഘട്ടത്തിന്റെ അത്ഭുതമായിരുന്ന, നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തെ അത്താണിയായിരുന്ന, ആവേശമായിരുന്ന മഹാനായ പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ നവ്വറല്ലാഹു മർഖദാ, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത മനുഷ്യനാ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത മനുഷ്യനാ. അവിടുത്തെ മക്കൾ മുഴുവനും ദീനിന്റെ ഖാദിമീങ്ങളാ. അവിടുത്തെ കുടുംബം മുഴുവൻ ദീനിന്റെ ഖാദിമീങ്ങളാ. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ, തന്റെ പുരുഷായുസ് മുഴുവൻ ഈ ഉമ്മത്തിന് വേണ്ടി ചെലവഴിച്ച നേതാവാ. ഈ സുബ്ഹാനല്ലാഹ്, തന്റെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാൻ മറന്നുപോയ നേതാവാ. തന്റെ സ്വകാര്യമായ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും ഈ ഉമ്മത്തിന് വേണ്ടി മറന്നുപോയ നേതാവാൻ മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. പാണക്കാടുള്ള ബൈത്തുന്നൂറിൽ വെച്ച്, നൂറ് മഹലിൽ വെച്ച് ഈ ഉമ്മത്തിന് വേണ്ടി സാന്ത്വനം നൽകിയ നേതാവല്ലേ, ഉരുകിത്തീർന്ന മഹാനല്ലേ. ശേഷിച്ചിരിക്കുന്ന മഹാന്മാരായ അവിടുത്തെ സാദാത്യങ്ങൾ, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളടക്കമുള്ള, സ്വാദിഖ് അലി തങ്ങളടക്കമുള്ള, അബ്ബാസ് അലി തങ്ങളടക്കമുള്ള അവിടുത്തെ മുഴുവൻ മക്കൾക്കും പേരമക്കൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഈ സമുദായത്തെ ആർജവത്തോടെ നയിക്കാനുള്ള പക്വതയും വിവേകവും അല്ലാഹു കൊടുക്കട്ടെ. ഈ സമുദായത്തിന്റെ, ഈ രാജ്യത്തിന്റെ അഭിമാനങ്ങളാണ് അവര്. എല്ലാവരും ദ്വാരക്കണം. ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ ദ്വാരക്കണം, എപ്പോഴും ദ്വാരക്കണം. മഹാനായ പാണക്കാട്ടത്തങ്ങൾ പോയ ശൂന്യത ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്, അല്ലേ? പാണക്കാട്ടത്തങ്ങൾ പോയി, അതുപോലത്തെ ഒരു തങ്ങളെ നമുക്ക് കിട്ടിയില്ല. ഷെയ്ഖുന ശംസുൽ ഉലമ പോയി, മറ്റൊരു ശംസുൽ ഉലമയെ ഇന്നുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. പോയവര് പോവാണ്, ആ ശൂന്യത ഇവിടെ നിലനിൽക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. എപ്പോഴും നമ്മൾ ദ്വാരക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ പൂക്കോയത്തങ്ങൾ പാണക്കാട് ജുമഅത്ത് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന പൂക്കോയത്തങ്ങൾ ഖബർ കടന്നിട്ട് സന്തോഷിക്കുന്നുണ്ടാവൂലേ? അവിടത്തെ മക്കൾ മുഴുവനും ദീനിന്റെ കാവൽ ഭടന്മാരല്ലേ, ഈ ഉമ്മത്തിന്റെ കണ്ണിലുണ്ണിയല്ലേ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എത്രയെത്ര ഉമ്മമാരുണ്ട്, എത്രയെത്ര മക്കളുണ്ട്. അവരൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോ ആ ഉമ്മമാര് സന്തോഷിക്കുന്നു, ബാപ്പമാര് സന്തോഷിക്കുന്നു, കുടുംബം സന്തോഷിക്കുന്നു, നാട്ടുകാർ സന്തോഷിക്കുന്നു, അല്ലേ? തുവക്കുന്ന യമാനിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. തുവക്കുന്ന ശൈഖുന ശംസുൽ ഉലമയുടെ നാമധേയത്തിൽ ഉയർത്തപ്പെട്ട ജാമിഅ യമാനിയെ നമ്മൾ നെഞ്ചേറ്റുന്നു. ദീനിനോടുള്ള മഹബത്താണ്. അവിടെ ദീന് പഠിക്കുന്ന മക്കളുണ്ട്, ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ഉസ്താദുമാരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നെഞ്ചേറ്റുന്നത്. ഭൗതികമായിട്ടല്ല, ആത്മീയമായിട്ടാണ് നെഞ്ചേറ്റുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നാട്ടുകാർക്ക് സന്തോഷമാണ് മക്കളുണ്ടാകുന്നത്, നല്ല നല്ല മക്കളുണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്, എന്നാൽ നമ്മളെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നതാരാ? എന്റെ ഉമ്മമാരെ, നമ്മൾ ഇന്നുവരെ ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? നമുക്കൊരു കുട്ടിയുണ്ടായ സമയത്ത് നമ്മൾ എത്ര സന്തോഷിച്ചവരാ. പക്ഷേ ആ സമയത്ത് നമ്മളെക്കാളും കൂടുതൽ സന്തോഷിച്ച ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ നാട്ടുകാര് സന്തോഷിച്ചതിനേക്കാളും കൂടുതൽ സന്തോഷിച്ച ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ സമുദായം സന്തോഷിച്ചതിനേക്കാൾ സന്തോഷിച്ച ഒരു വ്യക്തിയുണ്ട്. ആരാണെന്നറിയുമോ? മദീനയുടെ നായകൻ, മദീന മുനവ്വറയിലെ പച്ച കുബ്ബയുടെ താഴെ കിടന്നുറങ്ങുന്ന നമ്മുടെ കരളിന്റെ കാതലായ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുകയാണ്. നമുക്കൊരു കുട്ടിണ്ടായാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മദീനയിൽ കടന്നിട്ട് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെന്നില്ലാത്ത സന്തോഷ. നബി തങ്ങൾ പറഞ്ഞു, മക്കളുണ്ടാവണം, ഞാൻ നിങ്ങളുടെ പേരിൽ അഭിമാനിക്കും. ഉബാഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ സന്തോഷിക്കും, അഭിമാനം കൊള്ളും മറ്റുള്ള മതങ്ങൾക്കിടയിൽ, അല്ലേ? അതൊരു ചാപ്പിള്ളയാണെങ്കിലും ശരി എന്നാ പറഞ്ഞത്. ഹത്താ ബിസിഖ്തി, ഈ സദസ്സിലുണ്ടാകും വയറ്റിൽ വെച്ച് മക്കൾ മരണപ്പെട്ടു പോയ സഹോദരിമാർ, ചെറുപ്പത്തിലെ കുട്ടികൾ മരണപ്പെട്ടു പോയവർ. നമുക്കന്ന് താൽക്കാലികമായ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ ഇന്നും നിങ്ങൾക്ക് ആ വിഷമം നിങ്ങളുടെ ഖൽബിൽ നിന്ന് പോയിട്ടുണ്ടാകില്ല. പക്ഷെ അള്ളാന്റെ ഹബീബ് പറയാ, ഉമ്മമാരെ വിഷമിക്കണ്ട, അവർ നിങ്ങളുടെ മുമ്പേ നടന്നുപോയി എന്നേ ഉള്ളൂ, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ് സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവാൻ. അത്രത്തോളം സുവിശേഷം അറിയിച്ചില്ലേ ആ ചെറിയ പിഞ്ചുമക്കൾ? ആ പിഞ്ചുമക്കൾ, പൊന്നോമന മക്കൾ, മാതാപിതാക്കളെ കാത്തിരിക്കുകയാണ് സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവാൻ, അല്ലേ? അപ്പോ വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ മക്കൾ പോലും നമുക്ക് ഉപകാരമാണ് എന്നാ.
പിന്നെയോ മക്കൾ വളർന്നു വലുതായി, അവരെ വേണ്ടതുപോലെ അതബ് പഠിപ്പിച്ചു, അച്ചടക്കം പഠിപ്പിച്ചു, വിജ്ഞാനം പകർന്നു നൽകി, ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇദാ മാത ബിനു ആദമ, ഒരു മനുഷ്യന് മരിച്ചു പോയാൽ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങളല്ലാത്ത മുഴുവൻ കാര്യങ്ങളും മുറിഞ്ഞു പോകുമെന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ കഴിയോ, നോമ്പെടുക്കാൻ കഴിയോ, സ്വതക്ക ചെയ്യാൻ കഴിയോ, ദിക്ർ ചൊല്ലാൻ കഴിയോ? അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണത്, അല്ലേ? ലോകത്ത് നമ്മളിപ്പോൾ ആകെ ജീവിക്കുക 60-70 കൊല്ലാണ്. മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ചിലപ്പോൾ 100, 200, 300, 500 ഒക്കെ കൊല്ലം ജീവിക്കേണ്ടി വരും, ഖബറിൽ മാത്രം. ആ സമയത്ത് ഇബാദത്ത് ചെയ്യാൻ ഒരു സാഹചര്യം പടച്ചോൻ തരികയാണെങ്കിൽ നല്ല സുഖമായിരുന്നു, വേഗം സ്വർഗ്ഗത്ത് പോകായിരുന്നു. കാരണം ആരെ ശല്യമല്ലല്ലോ, ഖബറിൽ ഇങ്ങനെ കിടക്കല്ലേ, ഇങ്ങനെ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലാ, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാ, നിസ്കരിക്കുക, തസ്ബീഹ് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, എന്ത് സുഖമായിരുന്നു. പക്ഷെ കഴിയോ? അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിച്ചാൽ അതോടുകൂടി കഴിഞ്ഞില്ലേ നമ്മുടെ കഥ? മരിച്ചു കഴിഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹ് നമ്മുടെ നാവ് കൊണ്ട് ചൊല്ലാൻ നമുക്ക് കഴിയോ? ഇല്ല, കഴിയില്ല. എത്ര കാലം നമ്മൾ ഖബറിൽ കിടന്നാലും കഴിയില്ല. നമ്മൾ ആലോചിക്കണം. അള്ളാഹു ആ സമയത്തൊക്കെ നമുക്ക് സംരക്ഷണം തരട്ടെ, അള്ളാഹു നമുക്ക് സംരക്ഷണം തരട്ടെ. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്താകെ ജീവിച്ചത് 63 കൊല്ലല്ലേ? 63ാമത്തെ വയസ്സിലല്ലേ ലോകത്തോട് വിട പറഞ്ഞത്? മദീന മുനവ്വറയിൽ ഖബർ ഷരീഫിൽ കടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? 1500ഓളം കൊല്ലായി. ലോകത്താകെ ജീവിച്ചത് 63 കൊല്ല. എന്തിനു ഉമ്മമാരെ, നിങ്ങളുടെ നേതാവ് ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ നാരികളുടെ, സ്വർഗീയ സ്ത്രീകളുടെ നാരിയായ, റാണിയായ, രാജ്ഞിയായ, രാജകുമാരിയായ, അള്ളാന്റെ ഹബീബിന്റെ കരളിന്റെ കാതലായ, ചങ്കില ചോരയായ ഫാത്തിമത്തു സഹ്റ എത്ര കൊല്ല ജീവിച്ചത്? 33 കൊല്ലം. 33 കൊല്ലം ആകെ ജീവിച്ചത്. 33ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. മദീന മുനവ്വറയിൽ ജന്നത്തുൽ ബഖീഇൽ ഖബറിൽ കടക്കാൻ തുടങ്ങിയിട്ട് 1500ഓളം കൊല്ലായി. ഈ പറയണ ഞാനും നിങ്ങളൊക്കെ എത്ര കാലം ഖബർ കിടക്കേണ്ടെന്ന് പറയാൻ കഴിയോ? മരിച്ചു കഴിഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹ് നമ്മളെ കൊണ്ട് ചൊല്ലാൻ പറ്റുമോ? ദുനിയാവും എന്റെ ജീവിതകാലത്ത് എന്തേ ചൊല്ലിയിരുന്നത്, എന്തൊക്കെ ചെയ്തിരുന്നത്, അത് നമുക്ക് ഉണ്ടാകും മരിച്ചു ചെന്നാൽ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. നബി തങ്ങളോ പറയാണ്, ഇദാ മാത ബിനു ആദമ, ഒരു മനുഷ്യന് മരിച്ചു പോയാൽ ഇൻഖത അമലുഹു, അവന്റെ എല്ലാ അമലുകളും നിലച്ചു പോവുകയാണ്. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. 3 കാര്യങ്ങൾ മുറിഞ്ഞു പോകൂല. അതിന്റെ ഫലം മനുസ്യൂതം, അനവരതം അവന്റെ ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത് പറഞ്ഞത് സ്വദഖത്തിൻ ജാരിയ, സ്വദഖത്തിൻ ജാരിയ, ജാരിയത്തായ സ്വദഖയാണ്. ഒന്നാമത് പറഞ്ഞത് ജാരിയത്തായ സ്വദഖ, അതിന്റെ കൂലി ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ ജീവിതകാലത്ത് നമ്മൾ ചെയ്ത ജാരിയത്തായ സ്വദഖയുടെ പ്രതിഫലം ഖബറിലേക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. തുവക്കുന്ന ജാമിഅ യമാനിയെ സ്നേഹിക്കുന്നവരും അതിനുവേണ്ടി സഹായങ്ങളും സംഭാവനകളും നൽകുന്നവർ ഈ സദസ്സിലുണ്ടാകുമല്ലോ, അല്ലേ? എല്ലാവർക്കും സന്തോഷിക്കാൻ വകയാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അതൊക്കെ നിലനിർത്തുന്നത് ആരാ? സമുദായ സ്നേഹികളാണ്. അവരുടെ കാശ് കൊണ്ടാണ് അത്തരം സ്ഥാപനങ്ങൾ നടന്നു പോകുന്നത്. ഉദാരമായ സംഭാവനകളെ കൊണ്ടാണ് നടന്നു പോകുന്നത്. പേടിക്കാനില്ല. അള്ളാഹു ചെയ്ത സമ്പത്ത് ഒരു നിശ്ചിത വിഹിതം നമ്മൾ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക്, പള്ളിയിലേക്ക്, മദ്രസയിലേക്ക്, യതീംഖാനയിലേക്ക്, കോളേജിലേക്ക് നീക്കിവെക്കുക. ആ സ്ഥാപനം അവിടെയുള്ള കാലത്തോളം ഈ മനുഷ്യന് ഖബറിലേക്ക് അതിന്റെ ബെനിഫിറ്റ് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, മുറിഞ്ഞു പോകൂല. അതാണ് ജാരിയത്തായ സ്വദഖ. സ്വാഗത ഭാഷണത്തിൽ അഭിവന്ദനായ സുഹൃത്ത് ഇവിടുന്ന് പറഞ്ഞു, ചറ്റക്കണ്ടി ശാഖ SKSSFന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഇസ്ലാമിക സെന്റർ ഇവിടെ പടുത്തുയർത്തണമെന്ന ഒരു ചെറിയ ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനത് തിരുത്താണ്. ചെറിയ ആഗ്രഹമല്ല, വലിയ ആഗ്രഹം എന്ന് പറയണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നടക്കും. ശൈഖുന ശംസുൽ ഉലമയുടെ പേരിലല്ലേ നിങ്ങൾ ഇവിടെ സംഘടിച്ചിരിക്കുന്നത്? അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആ മഹത്തായ സംരംഭത്തിലേക്ക് നിങ്ങൾ സ്വതക്ക ചെയ്യുമ്പോ, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾ പങ്കാളിയാകുമ്പോ, ആ സ്ഥാപനം കൊണ്ട് എന്തെല്ലാം ഉപകാരം ഈ പ്രദേശത്തിനുണ്ടാകുന്നുവോ അത്രയും കാലത്തോളം നിങ്ങൾക്ക് സുഖമായിട്ട് ഖബറിൽ കിടക്കാം.
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ വിഷയത്തിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത് അറബി സഹോദരങ്ങളെയാണ്. അല്ലേ? എത്രയോ UAE-യിലും സൗദിയിലും ഖത്തറിലും ഒമാനിലും പല രാഷ്ട്രങ്ങളിലുമുള്ള അറബി സഹോദരങ്ങൾ വന്നിട്ട് കൊച്ചു കേരളക്കരയിൽ പള്ളികൾ ഉണ്ടാക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, സ്വന്തമായിട്ട് പള്ളികൾ. 50 ലക്ഷം, 1 കോടി, 75 ലക്ഷം, 65 ലക്ഷമൊക്കെ സ്വന്തം സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഇന്റെ കാശല്ലാതെ വേറെ ഒരാളുടെ കാശും ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. അല്ലേ? നമ്മൾ പരമാവധി അവരെ പോയിട്ട് കണ്ടിട്ട് നാട്ടിൽ അവരെ കൊണ്ട് പള്ളിടിപ്പിക്കാൻ നോക്കും. നമ്മളെ നാട്ടിലെ ഓലക്കാട്ടും വലിയ സമ്പന്നന്മാർ നമ്മളെ നാട്ടിലുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അവരുടെ അടുത്ത് പോകും സംഭാവനക്ക്. എന്തിനാണത്? അവർ ബുദ്ധിമാന്മാരാ, നമ്മളാ പൊട്ടന്മാര്. അവരാഗ്രഹിക്കുന്നത് എന്താ? പടച്ചോനെ 50 ലക്ഷം ഞാൻ കൊടുത്താൽ എന്താ? ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ഖബറിൽ സുഖമായിട്ട് കടന്നൂടെ? കേരളക്കരയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ, ഒരു ഗ്രാമത്തിൽ, ഒരു മഹലിൽ 50 ലക്ഷം കൊണ്ട് ഞാൻ ഒരു പള്ളി എടുത്തു കൊടുത്താല് ഖിയാമത്ത് നാൾ വരെ ആ പള്ളി അവിടെ നിലനിൽക്കും. എത്ര ആളുകളാ വന്ന് നിസ്കരിക്കുക, എത്ര ആളുകളാ എഴുത്തിക്കാഫിരിക്കുക, എത്ര ആളുകളാണ് അവിടെ വന്ന് സുജൂദ് ചെയ്യുക, എത്ര ആളുകളാണ് അവിടെ ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ ഇബാദത്തുമായിട്ട് ആളുകൾ ആ പള്ളിയെ സജീവമാക്കൂലേ? അപ്പോഴൊക്കെ അതിന്റെ പ്രതിഫലം എന്റെ ഖബറിലേക്ക് കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അറബി സഹോദരങ്ങൾ മാത്സര്യ ബുദ്ധിയോടുകൂടി മറ്റുള്ള രാജ്യങ്ങളിൽ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പള്ളിയെടുക്കാൻ വേണ്ടി ആവേശം കാണിക്കുന്നത്. ജാരിയത്തായ സ്വതക്കയാണ്. അല്ലേ? പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ് ഒരു മഹാനുഭാവൻ സംഭാവന ചെയ്ത സ്ഥലത്താണ് ഇത് നിലകൊള്ളുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അദ്ദേഹം എത്ര ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ് ആയിരക്കണക്കിന്, 10,000-കണക്കിന് പണ്ഡിത മഹത്തുക്കളെ വളർത്തിയെടുത്ത സ്ഥാപനമാണ്. അല്ലേ? വലിയ വലിയ പണ്ഡിത മഹത്തുക്കളെ, അവരിൽ പലരും ലോകത്തോട് വിട പറഞ്ഞു. സ്ഥാപനം ഒന്നും അവിടല്ലേ? അതിൽ പഠിച്ച പലരും ലോകത്തോട് വിട പറഞ്ഞില്ലേ? മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ പട്ടിക്കാടിന്റെ സന്തതിയല്ലേ? ലോകത്തോട് വിട പറഞ്ഞില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ടല്ലേ ലോകത്തോട് വിട പറഞ്ഞത്? അങ്ങനെ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട്, അത്ഭുതം കാണിച്ചുകൊണ്ട് മരിച്ച പണ്ഡിതന്മാരടക്കമുള്ള ധാരാളം നേതൃത്വത്തെ, ധാരാളം പണ്ഡിത സുഹൃത്തുക്കളെ, പണ്ഡിത വരണ്യരെ പടുത്തുയർത്തിയ ആ മഹിതമായ സ്ഥാപനം, അതിന് സ്ഥലം കൊടുത്തത് അവിടുത്തെ മാന്യനായ ഒരു സഹോദരനാണ്. ആ മനുഷ്യന് എന്ത് സുഖമായിട്ട് അവിടെ കിടക്ക ഖബറിൽ. അള്ളാന്റെ ഹബീബ് പറയാ, സ്വതക്കത്തിൻ ജാരിയ, ജാരിയത്തായ സ്വതക്കയാണ്. അത് കേവലം പള്ളി മദ്രസ എന്ന് മാത്രല്ല. ഉദാഹരണം പറയാ, നമ്മുടെ വീട്ടുവളപ്പിൽ നമ്മളൊരു തെങ്ങ് നട്ടുപിടിപ്പിച്ചു. എന്റെ കൈകൊണ്ട് എന്റെ വീട്ടുവളപ്പിൽ ഞാൻ ഒരു തെങ്ങ് നട്ടുപിടിപ്പിച്ചു. കുറെ കാലം കഴിയുമ്പോൾ ഞാൻ മരിച്ചു പോകും. ആ തെങ്ങ് അവിടെ വളർന്നു വലുതായി അതിൽ തേങ്ങയുണ്ടാകുന്നു. ഓരോ വർഷവും തെങ്ങ് കായ്ക്കുന്നു, തേങ്ങയുണ്ടാകുന്നു. ഞാൻ മരിച്ചതിനു ശേഷം എന്റെ കുട്ടികൾ, എന്റെ പേരമക്കൾ, അവരുടെ മക്കൾ തലമുറകളായി ആ തെങ്ങ് ഉപയോഗിക്കുകയാണ്, തേങ്ങ ഉപയോഗിക്കുകയാണ്. അത് അവിടെ ഉള്ള കാലത്തോളം എനിക്കതിന്റെ കൂലി കിട്ടും. നമ്മുടെ സ്വന്തം കാശുകൊണ്ട് കുഴിച്ച കിണറ്, അങ്ങനെയാണ് ഉലമാവ് പറഞ്ഞത്. കഴിയുമെങ്കിൽ നമ്മുടെ സ്വന്തം കാശുകൊണ്ട് തന്നെ വീട്ടിൽ കിണർ കുടിക്കണം എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണർ ഒരു പക്ഷെ നമ്മുടെ ഉപ്പാപ്പയോ ഉപ്പയോ അല്ലെങ്കിൽ ഉപ്പാപ്പാന്റെ ഉപ്പയോ ഒക്കെ കുഴിച്ച കിണറായിരിക്കും. അല്ലേ? ആ കിണർ അവിടെ ഉള്ള കാലത്തോളം ആ ഉപ്പാക്ക് കുഴിച്ചതാരാണോ ആ വ്യക്തിക്ക് കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ജീവിതകാലത്ത് മഹാന്മാരായ ഉസ്താദ് പറയാറുണ്ട്, ജീവിതകാലത്ത് നമ്മളെ കാശുകൊണ്ട് ഒരു കിണർ കുഴിക്കണത് നല്ലതാ. അത് നമ്മളെ പറമ്പിൽ ഇനി കിണർ ആവശ്യമില്ലെങ്കിൽ ആർക്കെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. അതിൽ വെള്ളമുള്ള കാലത്തോളം, ആ വെള്ളം ആരൊക്കെ ഉപയോഗിക്കുന്ന കാലത്തോളം ജാരിയത്തായ സ്വതക്കയായ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് ഇലാ ഹളറത്ത് റസൂലില്ലാഹ് വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഇന്ന ഉമ്മി ഉഖ്തുതിലത്ത്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി നബിയേ, അഫ അതസദ്ദഖു അൻഹാ,
ഞാൻ ആ ഉമ്മാക്ക് വേണ്ടി സ്വതക്ക ചെയ്യണോ നബിയേ? സ്വതക്ക ചെയ്താൽ ആ ഉമ്മാക്ക് കിട്ടുമോ നബിയേ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മോനെ കിട്ടുമല്ലോ. നിന്റെ മരണപ്പെട്ടു പോയ ഉമ്മാക്ക് നീ സ്വതക്ക ചെയ്താൽ ആ സ്വതക്കന്റെ പുണ്യം, ആ സ്വതക്കന്റെ മഹത്വം നിന്റെ ഉമ്മാക്ക് കിട്ടുമല്ലോ. ആ സമയത്ത് ഈ പ്രിയപ്പെട്ട സ്വഹാബി ചോദിച്ചു, നബിയേ അലാ ദുല്ലനി അലാ അഫ്ളലി സ്വദഖ, എന്റെ ഉമ്മാന്റെ പേരിൽ സ്വദഖ ചെയ്യാൻ ഏറ്റവും അഫ്ളലായ സ്വദഖ പറഞ്ഞു തരുമോ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മോനെ സഖിയുൽ മാ, സഖിയുൽ മാ. നിന്റെ ഉമ്മാന്റെ പേരിൽ നിനക്കൊരു കിണർ കുഴിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്റെ ഉമ്മാനെ നിയ്യത്ത് ചെയ്തിട്ടൊരു കിണർ കുടിച്ചു കൊടുത്താൽ അതാണ് അഫ്ളലായ സ്വദഖ. ഒരുപാട് ജാരിയത്തായ സ്വദഖയുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. നബി തങ്ങൾ പറയാണ്, ജാരിയത്തായ സ്വദഖയുടെ പ്രതിഫലം സുബ്ഹാനല്ലാഹ് ഒരു ബാങ്കിലെ പ്രോഫിറ്റ് പോലെ, ഒരു ബാങ്കിലെ ഡെപ്പോസിറ്റിന്റെ പ്രോഫിറ്റ് പോലെ, നിന്റെ ബിസിനസ്സിൽ നീ ശേഖരിച്ച നിക്ഷേപിച്ച കാശിന്റെ പ്രോഫിറ്റ് പോലെ നിന്റെ ഖബറിലേക്ക് അനുസ്യൂതം വന്നുകൊണ്ടിരിക്കുമെന്നല്ലേ അള്ളാന്റെ ഹബീബ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യമേതാണ്? ഇദാ മാത ബിനു ആദമ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒന്ന് ജാരിയത്തായ സ്വദഖയാണ്, രണ്ടാമത്തത് ഔ ഇൽമിൻ യുൻദഫഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനമാണ്. ഉപകാരപ്രദമായ നാഫിആയ ഇൽമുണ്ടോ? ഇസ്ലാമിക ശരീഅത്തിന്റെ ഇൽമുണ്ടോ? ഖുർആനിൽ പാണ്ഡിത്യമുണ്ടോ? ഹദീസിൽ അവഗാഹമുണ്ടോ? ഫിഖ്ഹിൽ പ്രാവീണ്യമുണ്ടോ? അല്ലാഹുവിന്റെ ദീന് പഠിച്ച മോനാണോ നിന്റെ മോന്? അല്ലാഹുവിന്റെ ദീന് പഠിച്ചവനാണോ നീ? എങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. അത് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ ആലിമീങ്ങളെ സ്നേഹിക്കുന്നത്, പണ്ഡിതന്മാരെ ആദരിക്കുന്നത്, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നത്. ഈ സാധുവായ ഷരീഫ് റഹ്മാൻ ഇവിടെ വരുന്നു എന്നറിഞ്ഞപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് വന്നിരുന്നത് ഒരു വലിയ പണ്ഡിതനല്ലെങ്കിലും ഒരു മുതഅല്ലിമല്ലേ? അയാള് പറയുന്നത് അല്ലാഹുവിന്റെ ഇൽമല്ലേ? അല്ലാഹുവിന്റെ ഖുർആനല്ലേ? അതൊന്ന് കേൾക്കണം, അതൊന്ന് പഠിക്കണം, അതൊന്ന് മനസ്സിലാക്കണമെന്ന അദമ്യമായ ആഗ്രഹത്തോടെയല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്? അള്ളാന്റെ റസൂല് പറയാ, ഇൽമ് എത്രത്തോളം പഠിക്കാൻ കഴിയോ അത്രത്തോളം നിങ്ങൾക്ക് രക്ഷപ്പെടാനും കഴിയും. നമ്മുടെ ആലിമീങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാ! ഏറ്റവും വലിയ തെളിവല്ലേ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ. ലോകത്തോട് വിട പറഞ്ഞിട്ട് എത്ര കൊല്ലമായി എന്റെ സഹോദരാ, ഇന്നും മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ നമുക്കിടയിൽ ജീവിക്കുകയല്ലേ? മിനിഞ്ഞാന്ന് ഇതിന്റെ തൊട്ടടുത്തൊരു പ്രദേശത്ത് ഞാൻ ഒരു പ്രഭാഷണത്തിന് വന്നപ്പോ ആ നഗരിയുടെ പേരെന്താണ്? ശൈഖുനാ ശംസുൽ ഉലമാ. ചെറ്റക്കണ്ടിയിലെ പ്രഭാഷണത്തിന് വന്നപ്പോ ഈ നഗരിയുടെ പേരും ശംസുൽ ഉലമാ. നമ്മുടെ സംഘാടകര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കളക്ഷന് വേണ്ടി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. നല്ലൊരു സംഭാവന നൽകിയിട്ട് നിങ്ങൾ നമ്മുടെ ഈ പരിപാടി ഐതിഹ്യമായ സംഭവമാക്കി മാറ്റണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇതിന് വലിയൊരു സാമ്പത്തിക ചെലവ് വരും. ഇത് സാധാരണ പരിപാടിയല്ല, നല്ലൊരു ചെലവ് വരുന്ന പരിപാടിയാണ്. ഇതിൽ നിന്നുള്ള പ്രചോദനമാണ് ഇനിയും നിങ്ങളുടെ നാട്ടിൽ നന്മകൾ കൂടുതൽ ചെയ്യാൻ SKSFന്റെ പ്രവർത്തകർക്ക് പ്രചോദനമാവുക. അതുകൊണ്ട് നല്ലൊരു സംഖ്യ കൊടുത്ത് നമ്മുടെ ഈ പരിപാടിയുമായിട്ട് സഹകരിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ വരുമ്പോൾ നല്ലൊരു സംഖ്യ കരുതണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സംഭാവനകളൊക്കെ ഖബൂൽ ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ മഹത്തായ സദസ്സിന്റെ പേര്, ഈ നഗരിയുടെ പേര് ശംസുൽ ഉലമയുടെ പേരാ. എന്റെ ഈ വിനീതൻ ജോലി ചെയ്യുന്ന മഹലിൽ ഈ ഡിസംബർ മുതൽ 22 മുതൽ 30 വരെ ഐതിഹാസികമായ വലിയൊരു സ്വലാത്ത് വാർഷികം നടക്കുന്നുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി. ആ നഗരിയുടെ പേര് കമ്മിറ്റി ഔദ്യോഗികമായി സ്ഥിരമായി ഇട്ടുകഴിഞ്ഞു. ആ നഗരിയുടെ പേര് ശംസുൽ ഉലമാ നഗറ. എന്തുകൊണ്ടാണ് നമ്മൾ അവരൊക്കെ സ്നേഹിക്കുന്നത്? എന്താ ശൈഖുന ശംസുൽ ഉലമയുടെ ഏറ്റവും വലിയ മഹത്വം?
മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ, മഹാനായ പണ്ഡിതനാ, നേരത്തെ ഉദ്ഘാടക ഭാഷണത്തിൽ ഉസ്താദ് പറഞ്ഞതുപോലെ വിശ്വപ്രസിദ്ധ പണ്ഡിതനാ, അറബികൾ പോലും കണ്ടപ്പോ എഴുന്നേറ്റ് നിന്ന് ആദരിച്ച നേതാവാ, ധാരാളം പണ്ഡിത മഹത്തുക്കൾക്ക് ഇൽമ് പകർന്നുകൊടുത്ത ഉസ്താദാണ്. ഇന്ന് കേരളക്കരയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇൽമുണ്ടല്ലോ, അത് എവിടെന്ന് വന്നതാ? അത് കണ്ണിയത്ത് ഉസ്താദിലൂടെ വന്നതാണ്. അത് ശൈഖുനാ ശംസുൽ ഉലമയിലൂടെ വന്നതാ. ആ മഹാന്മാര് രക്ഷപ്പെട്ടില്ലേ? എത്ര പണ്ഡിതന്മാരെയാണ് അവർ വാർത്തെടുത്തത്, എത്ര വഅളുകളാണ് അവർ പറഞ്ഞത്, എത്ര പുസ്തകങ്ങളാണ് അവർ രചിച്ചത്. ഈ പരിശുദ്ധമായ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഇൽമുമായി എത്ര കാലമാണ് അവർ ബന്ധപ്പെട്ട് ജീവിച്ചത്. സുബ്ഹാനല്ലാഹ്, അവർ ഖബറിൽ കിടക്കുകയാണെങ്കിലും അവരുടെ ജീവിതത്തിലെ ഉലൂമുമായി ദീനീ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ചതിന്റെ പുണ്യം ഇന്നും അവർ അനുഭവിക്കുകയാണ്. അതാണ് ആലിമീങ്ങളുടെ മഹത്വം എന്ന് പറയുന്നത്. ഇന്നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി വൽ അർളി ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാ കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദീ ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സിലാ. അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും ആകാശലോകത്തും ഭൂമിലോകത്തുമുള്ള മുഴുവൻ മലായികത്തും എത്രത്തോളം ഹത്തൽ ഹൂതി, സമുദ്രത്തിലെ മത്സ്യങ്ങൾ വരെ, മഅനം ലിൽ ഫലാ, അരിച്ചു പോകുന്ന ഉറുമ്പുകൾ വരെ, കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദീ ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സിലാ. അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഇൽമ് പഠിപ്പിക്കുന്ന ആലിമീങ്ങളുണ്ടല്ലോ, ഉഖ്റവിയായ ആലിമീങ്ങളുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ മരിച്ചു പോയാൽ അവശേഷിക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് ജാരിയത്തായ സ്വതഖയാണ്, 2 നാഫിആയ ഇൽമാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ വിനീതൻ ഇവിടെ മൈക്കിന് മുമ്പിൽ പ്രഭാഷണം നടത്തുമ്പോ ഇതിന് എനിക്ക് മാത്രമല്ല കൂലി കിട്ടുന്നത്, ഇതിന് എന്നെ പ്രാപ്തരാക്കിയ, എന്നെ സജ്ജരാക്കിയ എന്റെ മഹാന്മാരായ ഉസ്താദുമാർക്ക് ഇതിന്റെ കൂലി ലഭിക്കുന്നുണ്ട്. എനിക്ക് കിതാബോധി തന്ന ഉസ്താദുമാര് പലരും ഇന്ന് ഖബറിലാ, അവരുടെ ഖബറിലേക്ക് ഇതിന്റെ പ്രതിഫലം ഒഴുകുന്നുണ്ട്. ഇങ്ങനെ എന്തെല്ലാം മഹാന്മാരായ ഉസ്താദുമാരുടെ ശിഷ്യഗണങ്ങൾ, അതാ എന്തെല്ലാം ദീനീ ദഅവത്തുമായി ബന്ധപ്പെടുന്നുണ്ടോ അതിന്റെയൊക്കെ പ്രതിഫലത്തിന്റെ അംശം അത് പഠിപ്പിച്ച ഉസ്താദിന്റെ ഖബറിലേക്ക് നീങ്ങുന്നുണ്ട്, പ്രവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൽമു കൊണ്ട് നിനക്ക് രക്ഷപ്പെടാനും കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എത്രയോ ആലിമീങ്ങളെ നമുക്കറിയാ, ഒറ്റ ആൺകുട്ടി പോലുമില്ലാത്ത ആലിമീങ്ങളെ നമുക്കറിയാ. പക്ഷേ അവർക്ക് കുട്ടികളില്ലെങ്കിൽ എന്താ? അവർക്ക് അവരുടെ ശിഷ്യഗണങ്ങളുടെ പ്രാർത്ഥനയില്ലേ? അവരുടെ പണ്ഡിത മഹത്തുക്കളായ മക്കളുടെ പ്രാർത്ഥനയില്ലേ? മഹാനായ ശൈഖുനാ കീഴന ഉസ്താദ് നവ്വറല്ലാഹു മർഖദാ കടമേരി റഹ്മാനിയ, കടമേരി ജുമഅത്ത് പള്ളിയുടെ ഓരത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഹാനായ കീഴന ഉസ്താദിന് ഒറ്റ ആൺകുട്ടി പോലുമില്ല. പക്ഷെ ഇന്നും അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനും കഴിയും, ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾ ഓരോ ദിവസവും വന്നിട്ട് പൊട്ടിക്കരഞ്ഞ് ഖബറിന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞിട്ട് യാസീൻ ഓതിയിട്ട്, ഫാത്തിഹ ഓതിയിട്ട്, ഇഖ്ലാസ് ഓതിയിട്ട്, മുഅവ്വിദൈനി ഓതിയിട്ട് ഉസ്താദിന് വേണ്ടി കണ്ടമിടറിയിട്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഔ ഇൽമിൻ യുൻദഫഉ ബിഹി, ഇൽമു കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ആലിമീങ്ങളെയും നമ്മളെയും നമ്മളെ മക്കളെ ഉൾപ്പെടുത്തി തരട്ടെ. 3ാമത്തെ വിഷയം കേൾക്കണോ നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ റസൂല് പറയാ,
ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവശേഷിക്കുന്ന മൂന്നാമത്തെ കാര്യം ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. സന്താനം നല്ല പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന സന്താനം എന്നുമല്ല പറഞ്ഞത്, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. അപ്പൊ സ്വാലിഹായ സന്താനം ഉണ്ടാവണം, എന്നാലേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ സദസ്സിൽ നമ്മൾ ഓരോരുത്തരും ഇരുന്നിട്ട് ആലോചിക്കണം, ഇത് കേവലം ഒരു വഴതായിട്ട് നിങ്ങൾ കാണണ്ട. നമ്മൾ സ്വയം നമ്മുടെ കൽബിലേക്ക് ഇറങ്ങിച്ചെല്ലുക. നമ്മൾ ഒന്ന് സദസ്സിരുന്നിട്ട് ഒരു നിമിഷം ആലോചിക്കുക. ഈ നിമിഷം അസ്രായിൽ വന്നിട്ട് നമ്മുടെ റൂഹ് പിടിച്ചാല് എനിക്കൊന്നും പേടിക്കാനില്ല, ഞാൻ മരിച്ചോട്ടെ, ഞാൻ ഖബർ പോയി കടന്നാലും എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ മോന് ജുമഅക്ക് പള്ളിക്ക് വരുമ്പോൾ എൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് പൊട്ടിക്കരഞ്ഞ് എനിക്ക് വേണ്ടി സലാം പറഞ്ഞിട്ട് യാസീൻ ഓതി ദ്വാരക്കും. അതിന് മാത്രം ഞാൻ ഇൽമു പഠിപ്പിച്ചൊരു കുട്ടി എനിക്കുണ്ട് എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്? ഉണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാന്റെ റസൂല് പറഞ്ഞതിന്റെ താല്പര്യം അതാ. കുറെ കുട്ടികളുണ്ടായാൽ പോരാ, ദ്വാരന്നാലും പോരാ, സ്വാലിഹായ സന്താനം ഉണ്ടാവണം. ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, സ്വാലിഹു ആവണം, ദ്വാരക്കും വേണം. അല്ലേ? ഇനിയിപ്പോ ആൺകുട്ടികളില്ല, പെൺകുട്ടികളേ ഉള്ളൂ, എന്നാലും ഞാൻ മരിച്ചോട്ടെ, എനിക്കൊന്നും പേടിക്കണ്ട. കാരണം എൻ്റെ മോള്, എൻ്റെ പെൺമക്കൾ വീട്ടിലിരുന്നിട്ട് എല്ലാ ദിവസവും എനിക്ക് വേണ്ടിയിട്ട് യാസീൻ ഓതി ദ്വാരക്കും. അതിനുള്ള മതബോധം അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള മതബോധം അവരെ ഞാൻ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്. തെറ്റുകൂടാതെ യാസീൻ ഓതിയിട്ട് എനിക്ക് ഹദിയ ചെയ്യാൻ പറ്റുന്ന പെൺകുട്ടികൾ എനിക്കുണ്ട് എന്ന് പറയാൻ കഴിയുന്ന എത്ര പേർ നമ്മളെ കൂട്ടത്തിലുണ്ട്? അൽഹംദുലില്ലാ, ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. കാരണം എന്തിനാ നമ്മൾ യാസീൻ ഓതുന്നത്? മരിച്ചവർക്ക് വേണ്ടി എന്തിനാ യാസീൻ ഓതുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചില്ലേ? മരിച്ച ആളുടെ പേരിൽ ഒരാൾ യാസീൻ ഓതിയാൽ യാസീനിൽ എത്ര അക്ഷരമാണോ ഉള്ളത് ആ അക്ഷരത്തിന്റെ കണക്കനുസരിച്ച് ആ മയ്യത്തിന് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ യാസീൻ ഓതി ദ്വാരക്കുന്നത്. വേറെ എത്ര സൂറത്തുണ്ട്? ഖുർആനിന്റെ ഖൽബ് എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞ വിശദീകരിച്ച സൂറത്താണ് യാസീൻ സൂറത്ത്. അതിൽ എത്ര അക്ഷരമാണോ ഉള്ളത് ആ അക്ഷരത്തിന്റെ കണക്കനുസരിച്ച് മയ്യത്തിന്റെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കും. മരിച്ചുപോയ അമ്മാക്ക് വേണ്ടി യാസീൻ ഓതിയാൽ എത്ര ദോഷം അമ്മാന്റെ പുറത്തു കൊടുക്കുന്നത്? ഞമ്മക്കുണ്ട് കൂലി, ഓതിയ നമുക്കുണ്ട്, ഒട്ടും കുറയാതെ ഉമ്മാക്കും അതിന്റെ കൂലി ഉണ്ടാവും. അങ്ങനെ നമുക്ക് വേണ്ടി ദ്വാരക്കുന്ന ഉമ്മാരും മക്കള്, ആൺകുട്ടികള്, പെൺകുട്ടികള് നമുക്കുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ അൽഹംദുലില്ലാ. അതല്ലാതെ എത്രയോ ഉമ്മമാര് പരാതി പറയാറുണ്ട്, ഉസ്താദേ ഞാൻ മരിച്ചാൽ നിങ്ങൾ ദ്വാരക്കണേ, എന്റെ മോനൊന്നും ദ്വാരക്കും എനിക്കൊരു പ്രതീക്ഷയില്ല. അങ്ങനെ പറയുന്ന ഉമ്മാരുണ്ട്. ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ നിങ്ങളൊന്ന് നിസ്കരിക്കണേ, എന്റെ മക്കളെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി എനിക്കില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ മക്കളുണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് മക്കൾ നമുക്ക് ഉപകരിക്കണം. അതിന് ഞാൻ പ്രധാനമായി കൂടുതൽ നീട്ടിപ്പരത്തി പറയാൻ സമയമില്ലാത്തത് കൊണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറയാണ്. ഒന്നാമതായി മക്കൾ സ്വാലിഹ്യങ്ങളാവാൻ നമ്മൾ ചെയ്യേണ്ടത്, ഒന്നാമതായി പടച്ച റബ്ബിനോട് മനമുരുകി ദുആ ചെയ്യുക, മക്കൾ നന്നായി കിട്ടാൻ വേണ്ടി. മറ്റുള്ളവരോട്, ആളുകളോട്, ജനങ്ങളോട് പരാതി പറയല്ല വേണ്ടത്. കാണുന്നവരോട് മുഴുവൻ മക്കളെ പറ്റി ഇങ്ങനെ പറയാം, ഓൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇന്നെ നോക്കണില്ല, മരുന്ന് തരുന്നില്ല, ഭക്ഷണം തരുന്നില്ല, ഗൾഫിൽ നിന്ന് പൈസ തരുന്നില്ല, മക്കളെ പറ്റി ഇങ്ങനെ പരാതി പറഞ്ഞ് നടക്കുകയാണ്. ഈ പരാതി കേൾക്കുന്ന ഈ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരാൻ കഴിയോ? ഒന്നുമില്ല. എന്നാ പിന്നെ നിനക്കൊരു കാര്യം ചെയ്തുകൂടെ? ഈ മനുഷ്യന്മാരോട് പറയുന്ന പരാതി അള്ളാഹിനോട് പറഞ്ഞൂടെ? അള്ളാഹുവിന് ഒരു മൈക്രോ സെക്കൻഡ് പോരെ നിന്റെ മോന്റെ മനസ്സ് മാറ്റാൻ? പോരെ? അതുകൊണ്ട് അള്ളാഹിനോട് ദ്വാരക്കുക. മക്കൾ നന്നാവാനുള്ള ഒന്നാമത്തെ കാര്യം എന്റെ സഹോദരിമാരോട് ഞാൻ പറയാണ്, ഉപ്പമാരോട് ഞാൻ പറയാണ്, മക്കൾക്ക് വേണ്ടി ദ്വാരക്കുക. രൂപം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ ദ്വാരക്കേണ്ടത്? നിങ്ങൾ ഇന്ന് ഈ വഅദ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയാൽ ഖുർആൻ എടുക്കുക. പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് സൂറത്തുൽ ഫുർഖാൻ ഒന്ന് മറിച്ചു നോക്കുക. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തെ ഭാഗത്ത് ഒരു ദുആ കാണാൻ കഴിയും. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് 74-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. അല്ലാഹു പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, ദുആ പഠിപ്പിച്ചു തരികയാ. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും പ്രാർത്ഥിക്കുന്ന പറയാണ്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ
ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. വല്ലാത്തൊരു ദുആയാണ് എന്റെ ഉമ്മമാരെ. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ അലസമായിട്ട് ആമീൻ പറയാറില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? വല്ലദീന യഖൂലൂന, മുഅ്മിനീങ്ങളുടെ വിശേഷണം അല്ലാഹു പറയുകയാണ്. റബ്ബനാ, ഈ പ്രാർത്ഥന നടത്തുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. എന്താണ് ആ പ്രാർത്ഥന എന്നറിയുമോ? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കൺകുളിർമ നൽകുന്ന ഇണകളെയും മക്കളെയും തരണേ നാഥാ. ഞങ്ങൾക്ക് ആനന്ദം നൽകുന്ന ഇണകളെ തരണം. ഞങ്ങളെ ഭാര്യമാർ ഞങ്ങൾക്ക് സന്തോഷം മാത്രം തരുന്നവരാവണം. ഞങ്ങളെ ഭർത്താക്കന്മാർ ഞങ്ങൾക്ക് സന്തോഷം മാത്രം പകരുന്നവരാവണം. ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾ, അവരെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയണം. അവർ കാരണത്താൽ ഞങ്ങളുടെ മനസ്സ് കുളിർക്കണം, ഞങ്ങളെ ഹൃദയം സന്തോഷിക്കണം, ഞങ്ങളെ മനം കുളിർക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. കൺകുളിർമയുള്ള ഇണകളെയും മക്കളെയും തരണേ അല്ലാഹ്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ അല്ലാഹ്. ഇത് മക്കൾ നന്നാവാനും അതുപോലെ തന്നെ ഇണകൾ സ്വാലിഹീങ്ങളാവാനുമുള്ള പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. പലർക്കും പരാതിയാണ്, ഭർത്താവ് ദുശ്ശാട്ടക്കാരനാണ്, മുൻകോപക്കാരനാണ്, ഭർത്താവിന് സ്നേഹമില്ല, പരിഗണിക്കുന്നില്ല, ഭാര്യ ദുർനടപടിക്കാരിയാണ്, തീരെ അനുസരണമില്ലാത്ത പെണ്ണാണ് എന്നൊക്കെ പരാതി പറയാറില്ലേ? അള്ളാനോട് പറഞ്ഞോളി, അള്ളാനോട് മനമൊരുക്കി തീർന്നോ. പ്രത്യേകിച്ച് ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളിൽ 5 നേരത്തെ നിസ്കാരത്തിന്റെ ശേഷം, ഖുർആൻ പാരായണം ചെയ്ത ഉടനെ, നോമ്പ് തുറന്ന ഉടനെ, മഴ പെയ്യുന്ന സമയത്ത്, അല്ലേ? അതുപോലെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ, ഇതൊക്കെ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളാണ്. ആ സമയത്തുള്ള പ്രധാനപ്പെട്ട ദുആയായിരിക്കണം റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഒന്നാമതായി വേണ്ടത് മക്കൾക്ക് വേണ്ടി ദ്വാരക്കലാണ്. ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാ. ദുശ്ശീലമുള്ള ദുസ്വഭാവമുള്ള മക്കളാണെങ്കിൽ ഉലമാ പറയുന്നുണ്ട്, ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ആയത്ത് 40 വട്ടം ചൊല്ലിയിട്ട് ഈ കുട്ടിയെ മന്ത്രിച്ചു കൊടുക്കുക. തല മുതൽ കാല് വരെ ഊതി കൊടുക്കുക. 40 ദിവസം ചെയ്യണം. അത്ഭുതകരമായ മാറ്റമുണ്ടാകുമെന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനുഭവമാണ്, മുജറബാണ്, ഒരു സംശയമല്ല. അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളൊക്കെ ഈ ആയത്ത് ചൊല്ലിയിട്ട് മന്ത്രിച്ചിട്ട് 40 ദിവസം മുതൽ അതിന്റെ മുമ്പ് തന്നെ അതിന്റെ ഫലം കണ്ട എത്രയോ അനുഭവങ്ങളുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉമ്മ ചെയ്തു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ ചെയ്തു കൊടുത്താൽ മതി, ആര് ചെയ്തു കൊടുത്താലും കുഴപ്പമില്ല. ഈ ആയത്ത് 40 വട്ടം ചൊല്ലുക, കുട്ടിയെ മന്ത്രിച്ചു കൊടുക്കുക. എന്താ അതിന്റെ അർത്ഥം? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ ഹിദായത്ത് കൊടുക്ക റബ്ബേ, ഹിദായത്ത് തരണേ റബ്ബേ, മുസ്തഖീമായ വഴിയിൽ നീ ചേർത്തണേ റബ്ബേ എന്നല്ലേ പറയണത്. അതിന് പ്രത്യേക പവറാണ് ആ ആയത്തിന്. ഇങ്ങനെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇടയ്ക്കിടക്ക് നല്ല നല്ല മന്ത്രങ്ങൾ, നല്ല നല്ല ദിക്റുകൾ ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കണം. എൻ്റെ ഉമ്മമാരോട് പറയാണ്, ഹദ്ദാദ് ഓതുന്ന ഉമ്മമാർ ഈ സദസ്സിലുണ്ടാവും. എല്ലാ ദിവസവും യാസീനും വാക്കഴിയും മുൽക്കും അതേപോലെ റഹ്മാൻ സൂറത്തോ ദുഹാൻ സൂറത്തൊക്കെ ഓതണ സഹോദര സഹോദരിമാർ ഈ സദസ്സിലുണ്ടാവും. നിങ്ങളൊരു കാര്യം ചെയ്യണം, രാത്രി ഓതുന്ന സമയത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷം വീട്ടിലുള്ള മക്കളെ ഓരോരുത്തരും വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഊതി കൊടുക്കുക. തല മുതൽ കാല് വരെ ഒന്ന് മന്ത്രിച്ചു കൊടുക്കുക. ഏതായാലും നിങ്ങൾ ഓതുകല്ലേ, അതുകൊണ്ട് മാറ്റണ്ടാവും. കാരണം അള്ളാഹുവിന്റെ ഖുർആൻ ശിഫയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്നല്ലേ പറഞ്ഞത്. ഖുർആൻ എല്ലാത്തിനുള്ള ശിഫയാണ്. ഏതായാലും നമ്മൾ യാസീൻ ഓതാണ്, യാസീൻ ഓതി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മന്ത്രിച്ചു കൊടുക്കുക, ഓതി കൊടുക്കുക. ഒരു ചെലവില്ലല്ലോ, മക്കൾ നന്നാവാൻ അത് കാരണമാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് അഊദു ബി കലിമാത്തില്ലാഹി
താമ്മാതി മിൻ ശർരി മാ ഖലഖ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ചില സ്വഹാബി വര്യന്മാർ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട് പൈശാചികമായ ബുദ്ധിമുട്ടിൽ നിന്ന് മക്കൾക്ക് സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ട് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്ർ എഴുതിയിട്ട് കഴുത്തിൽ കെട്ടിക്കൊടുത്തിരുന്നു എന്ന് വരെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹദ്ദാദിലുള്ള പ്രധാനപ്പെട്ട ദിക്റല്ലേ ഉമ്മമാരെ. ഹദ്ദാദ് ചൊല്ലുമ്പോ ആ ദിക്ർ 3 വട്ടം ചൊല്ലിയതിനു ശേഷം വീട്ടിലുള്ള മക്കൾ എന്ന് മന്ത്രിച്ചു കൊടുത്തു നോക്കൂ നിങ്ങൾ. അത്ഭുതമല്ലേ ഫലം. അൽഹംദുലില്ലാഹ്. അങ്ങനെ മക്കളെ സ്വാലിഹീങ്ങളാവാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം, പ്രാവർത്തികമാക്കണം. ഇതിനേക്കാളും വലിയ ചില വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മക്കൾ നന്നാവുക എന്ന് പറയുമ്പോ കേവലം 1-2 ദിവസം കൊണ്ട് കഴിയുന്ന വിഷയമല്ല. അടിസ്ഥാനപരമായി ധാരാളം വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരായത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉലമാ രേഖപ്പെടുത്തിയത് വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذനി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. വൽ ബലദു ത്വയ്യിബു നല്ല ഭൂമി, നല്ല വളക്കൂറുള്ള മണ്ണ്. യഖ്റുജു വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇذനി റബ്ബിഹി. ആ നല്ല വളക്കൂറുള്ള മണ്ണിൽ മുളച്ചു വരുന്ന സസ്യങ്ങളും വൃക്ഷങ്ങളും അതിൽ നല്ല ഫലങ്ങളുണ്ടാകും, പഴങ്ങളുണ്ടാകും, കായ്ക്കനികളുണ്ടാകും. നല്ല ഭൂമിയിൽ ഉണ്ടാകുന്നതിന് നല്ല ഫലം ഉണ്ടാവും. എന്നാൽ വല്ലദീ ഖബുസ മണ്ണ് മോശമായാൽ കൃഷിയിടം മോശമായാൽ ലാ യഖ്റുജു ഇല്ലാ നകിദാ. അതിന്റെ പ്രൊഡക്റ്റ് വളരെ മോശമായിരിക്കും. ഇതൊരു തിയറിയാണ്. നല്ല അമ്മയും ബാപ്പയാണോ നല്ല മക്കളുണ്ടാവും. മോശപ്പെട്ട അമ്മയും ബാപ്പയാണോ മോശമുള്ള മക്കളുണ്ടാവും. ഇത് പൊതു നിയമമാണ് ഞാൻ പറയുന്നത്. വളരെ ആലോചിക്കണം. അപ്പൊ മക്കൾ നന്നാവാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഉമ്മയും ബാപ്പിയും സ്വയം നന്നാണ്. മക്കളെ നന്നാക്കില്ല, അതിനേക്കാൾ കൂടുതൽ ഉമ്മയും ബാപ്പിയും സ്വയം നന്നാവുക. നബി തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ പറയണത്? ഇതിലുണ്ടാകുന്ന പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റുകളാവണം. അതിന് മോശമായ സാഹചര്യത്തിൽ വളർന്നു വന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കരുതേ എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? മോശമായ സാഹചര്യത്തിൽ വളർന്നു വന്ന പെണ്ണിന്റെ കുട്ടിയാകുമ്പോൾ മോശമായ സാഹചര്യത്തിലേ വരുള്ളൂ, ആ നിലയ്ക്കേ വരുള്ളൂ. ഉമ്മി ഇപ്പി നന്നാവണം. നന്നാവുക എന്ന് പറഞ്ഞാൽ ആത്മീയതയുള്ളവരാവണം, അച്ചടക്കമുള്ളവരാവണം, അദബും കുരുത്തവും മര്യാദയുള്ളവരാവണം, തറവാട്ടിൽ പിറന്നവരാവണം, ഹലാലായ ഭക്ഷണം കഴിക്കുന്നവരാവണം. മക്കളെ സ്വാധീനിക്കും. അത് ഭക്ഷണം മക്കളെ സ്വാധീനിക്കും. അള്ളാഹു പറഞ്ഞില്ലേ ഹലാലായ ഭക്ഷണം കഴിക്കണം, ത്വയ്യിബായ ഭക്ഷണം കഴിക്കണം. എന്തിനാണത്? ഭർത്താവ് ഹലാലായ ത്വയ്യിബായ നല്ല ഭക്ഷണം കഴിക്കണം, ഈ ഉമ്മയും ഈ ഭാര്യയും നല്ല ഭക്ഷണം കഴിക്കണം. കാരണം ഭക്ഷണത്തിൽ നിന്നാണ് ബ്ലഡ് ഉണ്ടാകുന്നത്, രക്തമുണ്ടാകുന്നത്, രക്തത്തിൽ നിന്നാണ് ശുക്ലമുണ്ടാകുന്നത്, ശുക്ലത്തിൽ നിന്നാണ് മക്കൾ ഉണ്ടാകുന്നത്. അപ്പൊ ഹറാമായ ഭക്ഷണമാണെങ്കിൽ ഉണ്ടാകുന്നത് ഹറാമായ ബ്ലഡല്ലേ, അതിൽ നിന്നുണ്ടാകുന്നത് ഹറാമായ ശുക്ലമല്ലേ, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതിന്റെ ബേസ് നമ്മൾ ആലോചിച്ചാൽ മതി. ലോകത്ത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച ആളുകളുടെയൊക്കെ മക്കൾ ഉന്നതന്മാരായിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയാരാണ്, അവിടുത്തെ ഉപ്പയാരാണ് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അക്കാലത്തെ ഏറ്റവും സൂക്ഷ്മതയുള്ളവരാണ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും സൂക്ഷ്മതയുള്ള ഉപ്പയാണ് അബ്ദുള്ള. ഏറ്റവും സൂക്ഷ്മതയോടെ ജീവിച്ച സഹോദരിയാണ് ആമിനത്തുസ് സഹ്റ. ആ രണ്ട് ദമ്പതികൾക്ക് പറന്ന നേതാവാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്. മൗലിദ് നമ്മൾ ഓതാറില്ലേ? വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്. ഒരു അവിശുദ്ധമായ ഒരു പ്രവർത്തനവും രണ്ടാളുടെ ഭാഗത്തും സംഭവിച്ചിട്ടില്ല.
അതിൽ പറന്ന കുട്ടിയല്ലേ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി, അവിടത്തെ ഉമ്മയും ബാപ്പയും ആരാ? സൂക്ഷ്മതയോടെ ജീവിച്ചവരല്ലേ? വിശപ്പിന്റെ കാഠിന്യത്താൽ തടാകത്തിലൂടെ ഒലിച്ചു വരുന്ന പഴം കണ്ടപ്പോ സുബ്ഹാനല്ലാഹ് അറിയാതെ ഭക്ഷിച്ചു പോയ കാരണത്താൽ ഓർമ്മ വന്നപ്പോ, ബോധോദയമുണ്ടായപ്പോ ഏത് ഭാഗത്ത് നിന്നാണ് അത് ഒലിച്ചു വന്നത് എന്ന് നോക്കിയിട്ട് കിലോമീറ്ററുകളോളം നടന്നിട്ട് ഏത് വൃക്ഷത്തിൽ നിന്നാണത് തടാകത്തിലേക്ക് വീണത് എന്ന് നോക്കാൻ വേണ്ടി നടന്നിട്ട് അവസാനം മരം കണ്ടുപിടിച്ചു, തോട്ടം കണ്ടുപിടിച്ചു, തോട്ടത്തിന്റെ ഉടമയെ അന്വേഷിച്ചു. ഉടമയോട് പറഞ്ഞു, സുഹൃത്തേ, നിന്റെ ഈ മരച്ചില്ലയിൽ നിന്ന് വീണ പഴം ഒലിച്ചു വരുന്നത് ഞാൻ കണ്ടപ്പോ അറിയാതെ വിശപ്പിന്റെ കാഠിന്യത്താൽ തിന്നുപോയി. പിന്നെയാണ് നിന്റെ അനുവാദമില്ലാതെയല്ലേ തിന്നതെന്ന ഓർമ്മയുണ്ടായത്. അത് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ വയറ്റിൽ പോയ പഴമല്ലേ. നിന്റെ പൊരുത്തമില്ലെങ്കിൽ അത് ഹറാമായ ഭക്ഷണമല്ലേ. പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞപ്പോ ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനായ അബ്ദുള്ള സോമാഴി എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ 1 കൊല്ലം എന്റെ തോട്ടത്തിൽ ശമ്പളമില്ലാതെ കൂലിയില്ലാതെ പണിയെടുക്കണം. അങ്ങനെ പണിയെടുത്തില്ലേ മഹാനായ മുഹയ്യിദ്ദീൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ? ആ ഉപ്പാന്റെ മോനല്ലേ അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി. ജനിച്ചപ്പോൾ പോലും കറാമത്ത് കാണിച്ചില്ലേ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള്? സുബ്ഹാനല്ലാഹ്, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്, മുലകുടി പ്രായത്തിലുള്ള സമയത്ത്, റമളാനിന്റെ പകലിൽ സുബ്ഹി മുതൽ മഗ്രിബ് വരെ മുല കുടിക്കാറില്ല. ചെറുപ്പത്തിൽ തന്നെ കറാമത്ത് കാണിച്ചില്ലേ? ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. നോമ്പായിട്ടുണ്ടോ പെരുന്നാളായിട്ടുണ്ടോ എന്ന് അന്ന് ആളുകൾ നോക്കാറുള്ളത് മഹാനായ മുഹയ്യിദ്ദീൻ തങ്ങൾ പാല് കുടിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടാ. മുഹയ്യിദ്ദീൻ തങ്ങൾ പകലിൽ പാല് കുടിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കും ഇന്ന് നോമ്പാ. നോമ്പ് കഴിഞ്ഞിട്ട് നാളെ പെരുന്നാളാണോ എന്ന് നോക്കണമെങ്കിൽ സുബ്ഹിന്റെ സമയത്ത് ഉമ്മ മുലപ്പാല് കൊടുത്തു നോക്കും. കുടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കും മഹാനായ മുഹയ്യിദ്ദീൻ തങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കും ഇന്ന് പെരുന്നാളാണ്. എത്ര സൂക്ഷ്മതയോടെയാ അവര് ജീവിച്ചത്. അതുകൊണ്ടല്ലേ അവർക്ക് ധാർമ്മികമായ സാഹചര്യം ജീവിതത്തിൽ കൈവരിക്കാൻ സാധിച്ചത്. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. മക്കൾ സ്വാലിഹീങ്ങളാവാൻ ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കഴിക്കണം. ഒരു ഹറാമിന്റെ കലർപ്പുണ്ടാവാൻ പാടില്ല. ആ നിലക്ക് സൂക്ഷ്മത കാണിച്ചവരാ നമ്മുടെ മഹാന്മാർ മുഴുവനും. മഹാനായ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ആക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് അവിടെ ദർസ് നടത്തിയിരുന്ന സമയമാ. ഓരോ ദിവസവും 10 മണി സമയത്തൊരു വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവന്നിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന് കഞ്ഞി വല്ലാത്ത ഇഷ്ടമായിരുന്നു, കഞ്ഞി കുടിക്കുമായിരുന്നു. ഒരു ദിവസം ആ ഭക്ഷണത്തിന്റെ വീട്ടുകാരൻ ഉടമസ്ഥൻ മരണപ്പെട്ടു പോയി. പിറ്റേ ദിവസം ഉസ്താദ് ഭക്ഷണം കൊണ്ടുവരുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇനി മുതൽ എനിക്ക് ആ വീട്ടിൽ നിന്ന് ഭക്ഷണം വേണ്ട. ആളുകൾക്ക് അത്ഭുതമായി. മരിച്ചു കഴിഞ്ഞപ്പോ ഉസ്താദ് ഭക്ഷണം വേണ്ടെന്ന് പറയാണ്. എന്താണ് ഉസ്താദെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു തആല മർഖദ പറഞ്ഞതെന്താ? ആ മരണപ്പെട്ട മനുഷ്യന് ചെറിയ ഒരു കുട്ടിയുണ്ട്, പ്രായപൂർത്തിയെത്താത്ത കുട്ടിയുണ്ട്. അയാളുടെ മുതല് ആ യതീം കുട്ടിയുടെ മുതലാ. യതീമിന്റെ മുതല് തിന്നാന്ന് പറയുന്നത് സബ്ഉൽ മുബിഖാത്താ, 7 വൻദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷമാണ് അക്ലു മാലിൽ യതീം. യതീമിന്റെ മുതല് തിന്നാന്ന് പറയുന്നത്. നാളെ മുതൽ ഞാൻ കഞ്ഞി കുടിച്ചാൽ ആ കുട്ടിക്ക് അവകാശപ്പെട്ട മുതലല്ലേ ഞാൻ കഴിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കഞ്ഞി വേണ്ട. എത്ര സൂക്ഷ്മത കാണിച്ചവരാണവര്. എന്നാൽ നമുക്കിന്ന് ഹക്കും ബാത്തുലുമില്ല, ഹറാമും ഹലാലുമില്ല.
എങ്ങനെയെങ്കിലും കാശ് സമ്പാദിക്കണം. അത് ആരാന്റെ ഹക്കാണെങ്കിലും പ്രശ്നമില്ല. അത് അറബിയെ പറ്റിച്ചുകൊണ്ടുള്ള പണമാണെങ്കിലും കുഴപ്പമില്ല. അത് കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചാലും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്, ഈ സമുദായത്തിൽ പലിശക്ക് പണം കൊടുക്കുന്ന വലിയ വലിയ സമ്പന്നന്മാരില്ലേ? പലിശക്ക് പണം കൊടുക്കുന്ന ഹാജിയമാരില്ലേ? വലിയ വലിയ മുതലാളിമാരില്ലേ? കാര്യം അപകടമാ, തലമുറകളോളം ബാധിക്കുന്ന പ്രശ്നമാ. പലിശക്ക് നീ പണം കൊടുത്തിട്ട്, പലിശപ്പണം നീ വാങ്ങിയിട്ട്, അതുകൊണ്ടാണ് നീ ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഭാര്യക്ക് ഭക്ഷണം കൊടുക്കുന്നത്. രണ്ടുപേരുടെയും ബ്ലഡ് ഹറാമാ. ആ ബ്ലഡിൽ നിന്നുണ്ടാകുന്ന ശുക്ലം ഹറാമാ. അതിൽ നിന്ന് സന്താനോൽപാദനമുണ്ടായാൽ ആ മക്കൾ സ്വാലിഹീങ്ങളാവാൻ വഴിയില്ല. والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا. വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുന്നത് ഹലാലും ത്വയ്യിബുമാവണം. മക്കൾ നന്നാവും. ഉമ്മമാരെ, ഗർഭപാത്രം നന്നാവണം, കൃഷിയിടം നന്നാവണം. ഗർഭപാത്രത്തിന്റെ ടേസ്റ്റാ കുട്ടികൾക്ക് ഉണ്ടാവുക. ഗർഭപാത്രത്തിന് ആത്മീയ സ്വഭാവം ഉണ്ടോ, മക്കൾക്ക് ആത്മീയത ഉണ്ടാവും. ഗർഭപാത്രത്തിന് ആത്മീയ സ്വഭാവമില്ലേ, മക്കൾക്ക് ആത്മീയത ഉണ്ടാവില്ല. അല്ലേ? നമ്മള് ഒരു ബോട്ടിൽ ഉപ്പ് വെള്ളത്തില് നെല്ലിക്ക കൊണ്ടുപോയിട്ടാല് 4-5 ദിവസം കഴിയുമ്പോ ആ നെല്ലിക്കയിൽ ഉപ്പേസം പിടിച്ചിട്ടുണ്ടാവും. എന്താണോ അതിലുള്ളത് അതിന്റെ ടേസ്റ്റാണ് അതിൽ ഇട്ടുവെക്കുന്ന സാധനം ഉണ്ടാവുക. ഗർഭപാത്രത്തിന്റെ ടേസ്റ്റ് എന്താണോ അതാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് നല്ല സാഹചര്യത്തിൽ വളർന്നു വന്ന തറവാട്ടിൽ പറന്ന പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പറഞ്ഞത്. വളരെ ആലോചിക്കണം, ഇല്ലെങ്കിൽ കുട്ടികൾ മോശമായി പോകും. ഫളുഫർ ബിദാത്തി ദീൻ എന്നാണ് പറഞ്ഞത്. സമ്പത്തല്ല നോക്കേണ്ടത്, സൗന്ദര്യമല്ല നോക്കേണ്ടത്, ദീനുണ്ടോ നോക്കിയാൽ മതി. ദീനുള്ള ഉമ്മാരാണോ കുട്ടികൾ സ്വാലിഹ്യങ്ങളാകും. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അല്ല, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു അള്ളാന്റെ ഹബീബ്. മക്കൾ സ്വാലിഹ്യങ്ങളാവാൻ ഇത് ചെറിയ കാര്യമല്ലല്ലോ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് തലയിൽ കൈവച്ചുകൊണ്ട് ചൊല്ലേണ്ട ദിക്ർ പഠിപ്പിച്ചില്ലേ? എന്തിനാണ് പഠിപ്പിച്ചത്? ആ പ്രധാനപ്പെട്ട സമയത്ത് അങ്ങനെ ഒരു ദിക്ർ എന്തിനാണ്? അവൽ നിന്ന് മക്കളുണ്ടാകുമ്പോ ആ മക്കൾ പൈശാചികതയിൽ പെട്ടുപോവരുത്, നാട്ടിലെ കുഴപ്പക്കാരാവരുത്, നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുന്നവരാവരുത്, ഫസാദ് ഉണ്ടാക്കുന്നവരാവരുത്, നാട്ടില് വിഘടന പ്രവർത്തനം നടത്തുന്നവരാവരുത്. അതുകൊണ്ടാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, ബാറക്കല്ലാഹു ലികുല്ലി വാഹിദിൻ മിന്നാ ഫീ സ്വഹിബിഹി. അല്ലെ, അള്ളാഹു നമുക്ക് രണ്ടുപേർക്കും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഈ പെണ്ണിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് മണിയറയിൽ വെച്ച് ആദ്യ രാത്രി ചൊല്ലണമെന്നാണ്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ദിക്ർ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹി വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈഹി. എത്ര സുന്ദരമായ ഒരു ദിക്റാ. ഇത് കേൾക്കുമ്പോ തോന്നുന്നുണ്ടാവും, പഠിച്ചോനെ ഇതൊന്നും ചൊല്ലിയിട്ടില്ലല്ലോ ഉസ്താദെ, പെണ്ണിട്ടിയപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അടുത്ത പെണ്ണിട്ടുമ്പോ നോക്കാം. അതേ നിവൃത്തിയുള്ളൂ. എന്നോട് ഒരിക്കൽ ഒരു വഴതിന്റെ സദസ്സ് കഴിഞ്ഞപ്പോ ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളെ വഴത് കേട്ടപ്പോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി എന്ന് പറഞ്ഞു. ഇതൊക്കെ പഠിക്കണം. എനിക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇന്ന് പ്രബുദ്ധരാണ്. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയുമ്പോ, പല സ്ഥലങ്ങളും ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോ അവരുടെ കല്യാണത്തിന്റെ അന്ന് ഫോൺ വിളിക്കാറുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ഒരു ദിക്ർ പറഞ്ഞു നീന്നല്ലോ, മണിയറയിൽ വെച്ചിട്ട് ചൊല്ലേണ്ട ദിക്ർ എന്റെ കല്യാണാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. എനിക്ക് എന്തോ ഒരു സന്തോഷമായത് കേട്ടപ്പോ. അത് നല്ല നല്ല ചെറുപ്പക്കാരുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു ഈ ഉമ്മത്തിന് എന്നും ഖൈർ മാത്രം നൽകുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ. അല്ലാഹുവേ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണാണ്, ഈ പെണ്ണിന്റെ കൂടെയാണ് എനിക്ക് ഇനി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടത്. ഈ പെണ്ണിൽ എന്തെല്ലാം നന്മയുണ്ടോ, എന്തെല്ലാം ഖൈറുണ്ടോ അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഖൈറമാ ജബൽതഹാ അലൈഹി. ഈ പെണ്ണ് കടന്നു വന്നത് ഒരു പരമ്പരയിലാണ്. ഇവൾക്ക് ഉമ്മണ്ട്, ബാപ്പുണ്ട്, വല്യപ്പണ്ട്, ഉമ്മാമുണ്ട്. ഒരു പരമ്പരയിലൂടെ കടന്നു വരികയാണ്. ആ പരമ്പരയിലൂടെ കടന്നു വരുമ്പോ ഇവളുടെ പരമ്പരയിൽ നല്ല നല്ല ആൾക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അവരുടെ നന്മ ഇവളിൽ ഞാൻ ചോദിക്കുന്നു. ഏതെല്ലാം നല്ല മനുഷ്യന്മാരുണ്ടോ അവരുടെയൊക്കെ ക്വാളിറ്റി, അവരുടെയൊക്കെ ഗുണം ഇവളിൽ ഉണ്ടാവണം. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വല്ലാത്ത ദിക്റ. വഅഊദു ബിക മിൻ ശർരിഹാ.
അല്ലാഹുവേ, ഇവളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ശർറിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. ഈ പെണ്ണെന്റെ വീട്ടിലേക്ക് കടന്നു വന്നു, ഈ പെണ്ണെന്റെ മണിയറയിലേക്ക് കടന്നു വന്നു. ഇവൾ കാരണമായിട്ട് റബ്ബേ എന്റെ കുടുംബം കുളം തോണ്ടരുത്. ഇവൾ കാരണമായിട്ട് എന്റെയും എന്റെ മാതാപിതാക്കൾക്കിടയിലുമുള്ള ബന്ധത്തിൽ വിള്ളൽ വരരുത്. ഇവൾ കാരണമായിട്ട് എന്റെയും സഹോദരങ്ങൾക്കിടും ഇടയിൽ ശൈഥില്യം വരരുത്. ഇവൾ കാരണമായിട്ട് എന്റെ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത്. വഅഊദു ബിക മിൻ ശർരിഹാ, എന്തെല്ലാം ശർറ് ഇവളിലുണ്ടോ അതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു അല്ലാഹ്. വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജബൽതഹാ അലൈഹി. ഇവൾ കടന്നു വരുന്നത് ഒരു തറവാട്ടിലൂടെയാണ്, പരമ്പരയിലൂടെയാണ്. ആ പരമ്പരയിൽ ഏതെങ്കിലും വൃത്തികെട്ട ആളുകളുണ്ടെങ്കിൽ, മോശമായ സ്വഭാവമുള്ള ആളുകളുണ്ടെങ്കിൽ, കുടില മനസ്കരായ ആളുകളുണ്ടെങ്കിൽ, അവരുടെയൊക്കെ ശർറിൽ നിന്ന് അല്ലാഹുവേ ഞാൻ അഭയം ചോദിക്കുകയാണ്. എത്ര മനോഹരമായ ദിക്റ ഇത്! ചൊല്ലുമ്പോ എല്ലാ ശല്യവും വിട്ടുനിൽക്കുകയാണ്, എല്ലാ ഖൈറും നിന്നിലേക്ക് ആവാഹിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ ഭാര്യയുടെ കൂടെ ജീവിക്കുമ്പോ എന്തെല്ലാം മാതാപികൾ പാലിക്കണം കഴിയുമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇദാ അറാദർ റജുലു അൻ യഅതിയ ഇംറഅതഹു ഫൽയഖുൽ ബിസ്മില്ലാഹ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഒരു ഭർത്താവ് സ്പർശിക്കാൻ ഉദ്ദേശിച്ചാൽ, തൊടാൻ ഉദ്ദേശിച്ചാൽ ഫല്യഖുൽ ബിസ്മില്ലാ, ബിസ്മി ചൊല്ലട്ടെ. തൊടുകയാണെങ്കിൽ പോലും ബിസ്മി ചൊല്ലലാണ് മര്യാദ. ഒരു ഭർത്താവ് ഭാര്യയെ തൊടുമ്പോ, ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ തൊടുമ്പോൾ പോലും ബിസ്മി ചൊല്ലണം. അതിൽ ബറക്കത്തുണ്ട്, ആ സ്പർശനത്തിൽ ബറക്കത്തുണ്ട്, ആ ദർശനത്തിൽ ബറക്കത്തുണ്ട്. പിന്നെ ശാരീരികമായ ബന്ധത്തിന്റെ സമയത്തോ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ശ്രദ്ധിക്കണേ, പ്രധാനപ്പെട്ട കർമ്മമാണ്, കുട്ടിക്കളിയല്ല, തമാശയല്ല, കേവലം ശാരീരികമായ സുഖത്തിന് വേണ്ടിയുള്ള ഏർപ്പാടല്ല, കേവലം വൈകാരിക ശമനത്തിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാടല്ല. ശാരീരിക ബന്ധമെന്ന് പറയുന്നത് ഇബാദത്താണ്. മരിച്ചു ചെന്നാൽ കൂലി കിട്ടുന്ന കാര്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോ സ്വഹാബത്ത് അത്ഭുതപ്പെട്ടില്ലേ, നബി നിങ്ങൾ എന്താ ഈ പറയണത്? വൈകാരിക സമയത്തിന് വേണ്ടി ഞങ്ങൾ ഇണകളെ സമീപിക്കുമ്പോൾ കൂലിണ്ട് എന്നാണോ നിങ്ങൾ പറയണത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. മനഃശാസ്ത്രപരമായ ചോദ്യമാണ്. സ്വഹാബത്തെ, നിങ്ങൾ വൈകാരിക ശമനം നടത്തുന്നത് അവിഹിതമായ രൂപത്തിലാണെങ്കിൽ, ഹറാമായ ഒരു രീതിയിലാണെങ്കിൽ നിനക്ക് കുറ്റമുണ്ടല്ലോ, നിങ്ങൾക്ക് ശിക്ഷയുണ്ടല്ലോ, അദാബുണ്ടല്ലോ. ബലായാ റസൂലല്ലാഹ്, അതേ നബി, അത് ഞങ്ങൾക്കറിയാം. ഹറാമായ രീതിയിലാണ് വൈകാരിക ശമനം നടത്തുന്നതെങ്കിൽ കുറ്റമുണ്ട്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, എന്നാൽ അള്ളാഹ് അനുവദിച്ച, അംഗീകരിച്ച നിക്കാഹിലൂടെയുള്ള വൈകാരിക ശമനമാണെങ്കിൽ അതിന് നിങ്ങൾക്ക് കൂലിയുണ്ട്, നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ശാരീരിക ബന്ധം അവിടെ നിൽക്കട്ടെ, മുദാഅബത്ത് ഇതുപോലും ഇബാദത്താണ്. ഭാര്യയോട് സംസാരിച്ചിരിക്കുക, സ്നേഹസല്ലാപം നടത്തുക, കൂലുണ്ട് എന്നാ പറഞ്ഞത്. ഇശാ നിസ്കരിച്ചാല് ഫുഖഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇശാ നിസ്കരിച്ചാല് വേഗം ഉറങ്ങണം. ഇശാ നിസ്കരിച്ചാൽ പിന്നെ ഉറക്കൊഴിക്കാൻ പാടില്ല. 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉറക്കൊഴിക്കാൻ പാടുള്ളൂ. ഒന്ന്, വീട്ടിലേക്ക് അതിഥി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ സൽക്കരിക്കാൻ വേണ്ടി, അവർക്ക് ബിരിയാണിയും കോഴിയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് സമയം വേണമെങ്കിൽ എന്ത് ചെയ്യുക, കുറെ നേരം ചെലവഴിക്കാം. അത് ആക്ഷേപാർഹമല്ല, അത് കൂലുള്ള കാര്യമാണ്. കാരണം ആതിഥ്യ മര്യാദ കൂടുതൽ ഉണ്ടാവണമെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇൽമു പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടാ. നമ്മളിപ്പോൾ ശംസുൽ ഉലമ നഗറിൽ ഒരുമിച്ച് കൂടിയത് ഇൽമു പഠിക്കാനാണ്. ഇതിന് എത്ര നേരം സുബ്ഹി ബാങ്ക് കൊടുക്കുന്നവരെ ഇരുന്നാലും നമുക്ക് തെറ്റില്ല, കൂലിയുള്ള കാര്യമാണ്. ഇത് പ്രോത്സാഹനജനകമാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് തന്റെ ഭാര്യയോട്, മക്കളോട് ഒന്നിച്ചിരുന്ന് സ്നേഹസല്ലാപം നടത്തുക. ഭാര്യയോട് സ്വറ പറഞ്ഞിരിക്കുക, ഭാര്യയോട് ശൃംഗരിക്കുക. അത് ഇബാദത്താണ്, അത് ചെറിയ കാര്യമല്ല. അതിന് എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കാമെന്നാണ് ഫുഖഹ രേഖപ്പെടുത്തിയത്. അപ്പോൾ അത് ഇബാദത്താണ്, ആരാധനയാണ്. നബി തങ്ങൾ പറഞ്ഞു, ശാരീരികമായ ബന്ധത്തിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട മര്യാദകളുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ചിലത് മാത്രം പറയാം. ഒരു പൊതുവേദിയല്ലേ, കൂടുതലായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പറയാൻ കഴിയില്ലല്ലോ.
പ്രധാനപ്പെട്ട ചില മര്യാദകൾ ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശാരീരിക ബന്ധത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സമയം വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച പകലിന്റെ തുടക്കമാണ്. രണ്ടു സമയം പറഞ്ഞു. എന്തിനാത് പറഞ്ഞത്? ഇത് കേവലം ഒരു തമാശയാണോ? ഇത് കുട്ടികളിയാണോ? ഒരാഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാവല്ലേ വെള്ളിയാഴ്ച രാവ്? അള്ളാഹുവിന്റെ മലക്കുകൾ ഈ പ്രപഞ്ചത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആത്മീയമായ കൂടുതൽ ആത്മീയമായ ആവേശവും ആത്മീയത മുറ്റി നിൽക്കുന്ന സന്ദർഭമാണ്, സമയമാണ്, ദിവസമാണ് വെള്ളിയാഴ്ച രാവ്. അന്നായിരിക്കണം ശാരീരിക ബന്ധം. അതിൽ കുട്ടികളുണ്ടായാൽ കുട്ടികൾ നന്നാവും. തികച്ചും ആത്മീയ പരിസരത്തിൽ വെച്ച് നടത്തപ്പെടേണ്ട ഇബാദത്താണ് ശാരീരിക ബന്ധം. അതിന് നീ മാതൃകയാക്കേണ്ടത് പടിഞ്ഞാറൻ സംസ്കാരത്തെയല്ല, അതിന് നീ മാതൃകയാക്കേണ്ടത് മറ്റുള്ള അശ്ലീലമായ വൃത്തികെട്ട അശ്ലീലമായ സെക്സിന്റെ രംഗങ്ങളെയല്ല. ഇത് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി, അതിന്റെ മര്യാദയും അതിന്റെ ആദാബുകളും. ആയിഷ ബീവി പറയുന്നുണ്ട്, എത്രത്തോളം ആത്മീയമായ പ്രവർത്തനമാണ് ഇത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരീരിക ബന്ധം നടത്തുന്ന സമയത്ത് തലപ്പാവ് ധരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തലപ്പാവ് ധരിച്ചിരുന്നു ശാരീരിക ബന്ധത്തിന്റെ സമയത്ത്. വെള്ളിയാഴ്ച രാവിലാണ് സുന്നത്ത്, വെള്ളിയാഴ്ച പകലിന്റെ തുടക്കത്തിലാണ് രണ്ടാമത്തെ സമയം. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഏതാ? ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും പവിത്രമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ മാലാകമാർ ഭൂമിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സമയമാണ്. ആളുകൾ ഏത് സമയത്താണ് പള്ളിയിലേക്ക് പോകുന്നത് എന്ന് നോക്കുകയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. ഏറ്റവും കൂടുതൽ ബറക്കത്തുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ചക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. മഹാനായ സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച റബ്ബ് പടച്ചത് വെള്ളിയാഴ്ചയാണ്. സ്വർഗത്തിൽ കടത്തിയത് വെള്ളിയാഴ്ചയാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവാൻ പറഞ്ഞത് വെള്ളിയാഴ്ചയാണ്. ഇനി സ്വർഗത്തിൽ കടത്തുന്നതും വെള്ളിയാഴ്ചയാണ്. വഫീഹി തഖൂമുസ്സാഅ. വെള്ളിയാഴ്ചയാണ് ഖിയാമത്ത് നാളെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭയങ്കര പ്രത്യേകതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച മരിച്ചാൽ പ്രത്യേക പുണ്യല്ലേ? മൻമാത യൗമൽ ജുമുഅത്തി ഔ ലൈലതഹു അമിന മിൻ അദാബിൽ ഖബരി വ ഫിത്നതിഹി. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരാൾ മരണപ്പെട്ടാൽ ഖബറിന്റെ അദാബ് അവനുണ്ടാകില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യാറുള്ളത്, അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വ അമിത്നാ മഅൽ ഈമാനി വത്തൗബ ഫി ലൈലത്തിൽ ജുമുഅത്തി ഔ ഫി നഹാരിഹാ. നമ്മുടെ ആലിമീങ്ങൾ ധാരാളം ആളുകൾ അങ്ങനെയാണ് ലോകത്തോട് വിട പറഞ്ഞത്. മഹാനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ഒട്ടനവധി നമ്മുടെ സാദാത്യങ്ങൾ വെള്ളിയാഴ്ച രാവിൽ ലോകത്തോട് വിട പറഞ്ഞവരാണ്. അള്ളാഹു അവിടുത്തെ ഫൈലിനെ നമുക്ക് നൽകുമാറാവട്ടെ, അവിടുത്തെ ദറജ അള്ളാഹു കൂട്ടിക്കൊടുക്കുമാറാവട്ടെ. അവരെപ്പോലെ അന്തസ്സോടെ മരിക്കാൻ അള്ളാഹു നമുക്കും ഭാഗ്യം തരട്ടെ. അപ്പോ ശാരീരിക ബന്ധത്തിന്റെ സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ, അതിന് സമയമുണ്ട്, സന്ദർഭമുണ്ട്. ആത്മീയതയിൽ കുളിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനം നടത്തേണ്ടത്. മാത്രമല്ല അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് മാത്രമേ അതിന് പ്രവേശിക്കാവൂ എന്ന് പറഞ്ഞു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബി ശൈത്വാന ഫിമാ റസഖ്തന എന്ന് പറഞ്ഞു. അല്ലേ? ഒന്ന് മനസ്സ് വെച്ചാൽ, ആ വിഷയങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കാണിച്ചാൽ നല്ല നല്ല മക്കളെ സമർപ്പിക്കാൻ എൻ്റെ ഉമ്മമാർക്ക് കഴിയും, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് കഴിയും. ഒരു സംശയമല്ല. നല്ല രീതിയിൽ വളർന്നു വരുന്ന പ്രസവിക്കപ്പെടുന്ന മക്കൾ റബീഉൽ അവൽ 12 വരാൻ പോവാണ്. റബീഉൽ അവൽ 12 രാവിൽ സുബ്ഹിയുടെ തൊട്ടു മുമ്പ് ജനിക്കപ്പെടുന്ന കുട്ടികൾ, പ്രസവിക്കപ്പെടുന്ന കുട്ടികൾ ലോകത്ത് അത്ഭുതം കാണിക്കുമെന്നാണ്. കാരണം അള്ളാന്റെ ഹബീബ് ലോകത്തേക്ക് കടന്നു വന്ന സമയല്ലേ റബീഉൽ അവൽ മാസം 12ാമത്തെ രാവ് തഹജ്ജുദിന്റെ സമയത്താണ്. പെർഫെക്റ്റ് മാസാണ്, വളരെ പവിത്രമായ ദിവസാണ്, വളരെ പവിത്രമായ സമയമാണ്. ആ സമയത്ത് ഒരു ഉമ്മാക്ക് പ്രസവിക്കാൻ കഴിഞ്ഞാൽ ആ കുട്ടി ലോകത്ത് അത്ഭുതം കാണിക്കും. എല്ലാ രംഗത്തും ഒരു സംശയമല്ല.
ഒരുപാട് ഘടകങ്ങൾ ഒത്തുവരേണ്ടത്. നമുക്ക് പാലിക്കാൻ പറ്റുന്നവ നമ്മൾ പാലിക്കുക, ദിക്ർ നമ്മൾ ചൊല്ലുക, എല്ലാം ആത്മീയ പരിസരത്ത് നിന്നുകൊണ്ടാവുക, എപ്പോഴും ആത്മീയതയുണ്ടാവുക. ഒരു പെണ്ണ് ഗർഭമിച്ചു എന്നറിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധിക്കണം, പ്രസവിക്കുന്നത് വരെ ആത്മീയതയല്ലാത്ത ഒന്നും ആ പെണ്ണിന്റെ മനസ്സിലുണ്ടാവരുത്, വാക്കിലുണ്ടാവരുത്, നോക്കിലുണ്ടാവരുത്, കേൾവിയിലുണ്ടാവരുത്, ചിന്തയിലുണ്ടാവരുത്. മക്കൾ സ്വാലിഹ്യങ്ങളാവും, ഒരു സംശയമില്ല. കാരണം ഗർഭം എന്നൊക്കെ പറയുന്നത് ലോകത്തെ ഏറ്റവും മഹത്തായ പവിത്രമായ അമലല്ലേ? ഈ മാനവരാശിയെ നിലനിർത്താൻ ആവശ്യമായ പ്രക്രിയയല്ലേ? അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമല്ലേ? അള്ളാഹിന്റെ ഹബീബിന് വല്ലാത്ത സന്തോഷമല്ലേ ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്നത്? ആ ഗർഭത്തിൽ റൂഹ് ഊതപ്പെടുന്ന ആ കുട്ടിയെ സംവിധാനിക്കുന്നതും റൂഹ് സന്നിവേശിപ്പിക്കുന്നതും പടച്ച റബ്ബാണ്. നമ്മൾ ശ്രദ്ധിക്കണം, നമുക്കതിൽ റോളുമില്ല. ശാരീരിക ബന്ധം പുലർത്തുക എന്ന റോളല്ലാത്ത മറ്റൊന്നും നമുക്കില്ല. ഈ ഗർഭസ്ഥ ശിശുവിനെ വളർത്തുന്നത് ആരാ? നമുക്ക് വല്ല റോളുണ്ടോ അതില്? അള്ളാഹുവിന്റെ പണിയാ. ഘട്ടം ഘട്ടമായിട്ട് കുട്ടിയെ വളർത്തിക്കൊണ്ടുവരികയാണ്. അത്ഭുതല്ലേ, കുദറത്തല്ലേ? മാത്രമല്ല റൂഹ് ഊതാണ്. 4-ാമത്തെ മാസത്തിൽ ഈ ഉമ്മാന്റെ വയറ്റിലേക്ക് ഗർഭസ്ഥ ശിശുവിന് റൂഹ് ഊതാണ്. കാരണക്കാരനായ ഭർത്താവിനോട് പറയണില്ല, ഇതാട്ടോ നിന്റെ പെണ്ണുങ്ങളെ വയറ്റിലേക്ക് ഞാൻ റൂഹ് ഊതുന്നുണ്ട്, പറയാറുണ്ടോ? ഇല്ല. ഈ പെണ്ണിന്റെ സമ്മതം വാങ്ങാറുണ്ടോ? ഈ ഗർഭിണിയായ പെണ്ണിന്റെ സമ്മതത്തോടെയാണോ റൂഹ് ഊതാറുള്ളത്? അല്ല. ഏതോ ഒരു സമയത്ത് അള്ളാഹു ഊതുകയാണ്, റൂഹ് സന്നിവേശിപ്പിക്കുകയാണ്. ഈ പെൺകുട്ടിയെ, ഈ സഹോദരിയെ പരിശോധിക്കുന്ന ഗൈനക്കോളജിസ്റ്റിനോട് പറയാറുണ്ടോ, ഡോക്ടറെ നിങ്ങൾ പരിശോധിക്കുന്ന പേഷ്യന്റിന്റെ കുട്ടിയിലേക്ക് നാളെ ഞാൻ റൂഹ് ഊതുകയാണ്, അല്ല പറയാറുണ്ടോ? ഇല്ല. അതിൽ ഒരു റോളും നമുക്ക് ആർക്കുമില്ല. അള്ളാഹുവിന്റെ ഖുദ്റത്ത. റൂഹിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. റൂഹ് വരുന്നതും പോകുന്നതും ആരുടെയും സമ്മതമില്ലാതെയാണ്, ആരുടെയും അറിവില്ലാതെയാ. എപ്പോഴാണ് 4-ാമത്തെ മാസത്തിലാണെന്ന് നമുക്ക്, ഏത് സമയത്താണ് ഈ റൂഹ് ഊതുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നതുപോലെ തന്നെ ഈ റൂഹ് തിരിച്ചെടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോഴാണ് തിരിച്ചെടുക്കുക എന്ന് പറയാൻ പറ്റൂല. സമയമാകുമ്പോൾ വന്ന് വലിച്ചൂരി കൊണ്ടുപോകും. ഊതലും എടുക്കലും ഒക്കെ ഒരേപോലെയാണ്. അതിൽ നമുക്കൊരു റോളുമില്ല. അതുകൊണ്ട് ഗർഭിണിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്റെ ഉമ്മമാരെ, ആ ഗർഭകാലത്ത് നിങ്ങൾ ആത്മീയതയിൽ കുളിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നന്നാകും. ഇനി അതല്ല, ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഗർഭകാലം കഴിച്ചുകൂട്ടുന്നതെങ്കിൽ തീർച്ചയാണ് ആ പ്രിയപ്പെട്ട മക്കളിൽ പൈശാചികത കടന്നുകൂടും. കാരണം ഈ ഗർഭസ്ഥ ശിശു എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്റെ ഉമ്മ നല്ലത് പറയണം, എന്റെ ഉമ്മ നല്ലത് കേൾക്കണം, എന്റെ ഉമ്മ നല്ലത് പ്രവർത്തിക്കണം, എന്റെ ഉമ്മ നല്ലത് മാത്രം ചിന്തിക്കണമെന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നതാണ്. അതിന് വിരുദ്ധമായിട്ടാണോ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ കുട്ടി പ്രതിഷേധം പ്രകടിപ്പിക്കും. അതിപ്പോ ഇന്ന് ശാസ്ത്രം തെളിയിച്ച വിഷയമാണ് അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ, എല്ലാ ദിവസവും ഇശാ മഗ്രിബിനിടയിൽ സീരിയൽ കാണുന്ന അല്ലെങ്കിൽ സിനിമ കാണുന്ന ഒരു ഗർഭിണി പ്രസവിച്ചു കഴിഞ്ഞാൽ, ഡെയിലി ഗർഭകാലത്ത് ഇശാ മഗ്രിബിനിടയിൽ ഡെയിലി സിനിമ കണ്ടിരുന്ന ഒരു പെണ്ണ് അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇശാ മഗ്രിബിനിടയിൽ ഈ കുട്ടി കരയും എന്നാണ്. അത് പ്രതിഷേധ. കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഉമ്മ ചെയ്തു ഗർഭകാലത്ത്, അതിന്റെ പ്രതിഷേധമായി കുട്ടി കരയും എന്ന് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. അപ്പോ ഗർഭകാലത്ത് നെഗറ്റീവായി കൊടുക്കുന്ന പ്രോസസ്സുകൾ മുഴുവനും കുട്ടികളെ നെഗറ്റീവായി ബാധിക്കും. അതെല്ലാ കാര്യവും. നോട്ടം നല്ലത് മാത്രമേ നോക്കാവൂ. ഞാൻ എന്റെ ഉമ്മമാരോട് പറയാണ്, പ്രത്യേകിച്ച് ഇന്ന് ഗർഭം എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും സഹോദരിമാർക്ക് ഡോക്ടർമാർ റെസ്റ്റ് ആണ് നിർദ്ദേശിക്കാറുള്ളത് അല്ലെ? റെസ്റ്റ് എടുക്കണം എന്നാ പറയാ. ഈ റെസ്റ്റ് എങ്ങനെയാണ് ചെലവഴിക്കാറുള്ളത്? നല്ല നിലക്ക് ചെലവഴിക്കുന്ന എത്രയോ സഹോദരിമാർ, ഞാൻ അത് വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്, എനിക്കറിയാം. ഒരു സഹോദരി 5-ാമത്തെ മാസം ഗർഭിണിയാണ് അവൾ തീരുമാനിച്ചു 9 മാസത്തിൽ ഓരോ ഖത്തം ഞാൻ തീർക്കും. 5 ഖത്തപ്പ് തീർന്നു. 5-ാം മാസത്തിലപ്പോ 5 ഖത്തം മോദി. അവൾ പ്രതിജ്ഞെടുത്തതാ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഓരോ മാസവും ഓരോ ഖത്തം തീർക്കും. 33,000 തവണ ഗർഭകാലത്ത് നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയ പെൺകുട്ടിയെ എനിക്കറിയാം. അവളോട് പറഞ്ഞത് 4444 വട്ടം ചൊല്ലാനാണ്. ചൊല്ലി 33,000 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ഗർഭകാലത്ത്. റെസ്റ്റ് പറഞ്ഞിരുന്നു ഡോക്ടർ. എങ്ങനെയാ ഉപയോഗപ്പെടുത്തിയത്? അങ്ങനത്തെ നല്ല നല്ല ഉമ്മമാരുണ്ട്. എന്നാൽ പലരും അത് ഉപയോഗപ്പെടുത്താറുള്ളത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ? ടിവിയുടെ മുമ്പിലാ, സീരിയലിന്റെ മുമ്പിലാ, മാപ്പിളപ്പാട്ടിന്റെ മുമ്പിലാ, വൃത്തികെട്ട ദൃശ്യങ്ങളുടെ മുമ്പിലാ. പ്രിയപ്പെട്ട കുട്ടികളെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല. ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോട്ടം,
കേൾവി, ഹറാമായ ഒന്നും ഗർഭകാലത്ത് പെൺകുട്ടി കേൾക്കാൻ പാടില്ല. കേട്ടുകഴിഞ്ഞാൽ വയറ്റിൽ വളരുന്ന കുട്ടിയെ ബാധിക്കും, നെഗറ്റീവായി ബാധിക്കും. അതുപോലെ തന്നെ ഹറാമായ ഒന്നും സംസാരിക്കാൻ പാടില്ല. ഈ കുട്ടി ആഗ്രഹിക്കുന്നത് എന്റെ ഉമ്മാന്റെ നാവിൽ നിന്ന് പറയുന്ന നല്ലത് മാത്രം ഞാൻ കേൾക്കണമെന്നാണ്. കുട്ടി ഖുർആൻ ഓതുമ്പോ, ഈ ഉമ്മ ഗർഭിണിയായ പെണ്ണ് ഖുർആൻ ഓതുമ്പോ ഉള്ളിൽ കടന്നിട്ട് കുട്ടി സന്തോഷിക്കുകയാണ്. എന്താണ് ഈ കേൾക്കുന്നത്? അള്ളാഹുവിന്റെ വചനമാണ്, അള്ളാഹുവിന്റെ കലാമാണ്. ആ കുട്ടിക്ക് എന്തെന്നില്ലാത്ത ആനന്ദമാണ് ആ സമയത്ത്, എന്തെന്നില്ലാത്ത ആഹ്ലാദമാണ് ആ സമയത്ത്. നല്ലത് മാത്രമേ പറയാവൂ, നല്ലത് മാത്രമേ കേൾക്കാവൂ, നല്ല ചിന്തകൾ മാത്രമേ പറ്റുള്ളൂ എന്നാണ്. ഒരു ടെൻഷൻ ഉണ്ടാവരുത്, സന്തോഷം മാത്രം, സന്തോഷം മാത്രം. ഗർഭിണിക്ക് സന്തോഷം കൊടുക്കാൻ ഭർത്താക്കന്മാർ ശ്രമിക്കണം, ഭർത്തൃ വീട്ടുകാർ ശ്രമിക്കണം, പെൺകുട്ടിയുടെ വീട്ടുകാർ ശ്രദ്ധിക്കണം. അല്ലേ? ഇന്നിപ്പോ സയൻസ് കണ്ടുപിടിച്ചൊരു വിഷയമുണ്ട്. എന്താണ്? എന്തെങ്കിലും മാനസികമായ സംഘർഷങ്ങൾ, ഗർഭകാലത്ത് എന്തെങ്കിലും മാനസികമായ ടെൻഷൻ നിരന്തരമായിട്ട് 9 മാസവും ടെൻഷൻ തന്നെ ഈ പെൺകുട്ടിക്ക്, ഗർഭിണിയായിരുന്നു, ആ പെണ്ണ് പ്രസവിക്കുന്ന കുട്ടിക്ക് വൈകല്യം ഉണ്ടാകുന്ന പറഞ്ഞത്. ഏതെങ്കിലും നിലക്കുള്ള വൈകല്യം, ഒന്നെങ്കിൽ ബുദ്ധി വൈകല്യം അല്ലെങ്കിൽ അംഗവൈകല്യം, ഏതെങ്കിലും നിലക്കുള്ള വൈകല്യം ഈ കുട്ടിയെ ബാധിക്കുമെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ നമ്മൾ ആലോചിക്കണം. ഒരു കാരണവശാലും ഗർഭിണികളായ സഹോദരിമാരുടെ മനസ്സ് നൊമ്പരപ്പെടുത്താൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയ. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, ഈ പ്രിയപ്പെട്ട സഹോദരി ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ പോലെയുള്ള ആത്മീയമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോ കുട്ടിയുടെ ആത്മീയമായ പവർ വർദ്ധിക്കുകയാണ്, പൈശാചികതയിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയുകയാണ്. അങ്ങനെ പ്രസവിക്കുന്ന സമയത്ത് ആദ്യമായി കുട്ടിയെ അല്ലാഹ് എന്ന പരിശുദ്ധമായ വാക്ക് കേൾപ്പിക്കാൻ ശ്രമിക്കുക, കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക. അതുപോലെ കുട്ടികൾക്ക് നല്ലവർ മാത്രം മധുരം കൊടുക്കുക. മധുരം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. സ്വാലിഹീങ്ങളാണ് മധുരം കൊടുക്കേണ്ടത്, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ് മധുരം കൊടുക്കേണ്ടത്. ഇനി കുടുംബത്തിൽ സ്വാലിഹീങ്ങളില്ലെങ്കിൽ സ്വാലിഹീങ്ങളെ തേടിപ്പിടിച്ചിട്ട് കൊണ്ടുവന്ന് മധുരം കൊടുക്കണമെന്നാണ്. കുട്ടികളത് ബാധിക്കും. മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമകൾ മധുരം കൊടുത്താൽ കുട്ടികളെ ബാധിക്കും. മഹാന്മാരായ സ്വഹാബത്ത് എത്ര ഭാഗ്യം ചെയ്തവരാണ്. സ്വഹാബത്തിന്റെ കാലത്ത് ഏതൊരു പെൺകുട്ടി പ്രസവിച്ചാലും സ്വഹാബികൾ ആ കുട്ടി എടുത്തിട്ട് നേരെ കൊണ്ടുവരുന്നത് എങ്ങോട്ടാ? ഇലാ ഹളറത്തി റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മധുരം കൊടുക്കും. അവർ വലിയ കാര്യമായ വലിയ മഹാന്മാരായി മാറിയില്ലേ? നിങ്ങൾക്ക് നേരം വൈകില്ലേ? നേരം വൈകിക്കൊണ്ടാണോ പോണത്? 10:15 അല്ലേ? നമുക്ക് നിർത്താം, ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിന്റെ എങ്ങോട്ടും എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും പഠിക്കണം, മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ, മാതാപിതാക്കളുടെ ശ്രദ്ധ പോലെയാണ് മക്കളുടെ സ്വഭാവവും സാഹചര്യവും പേഴ്സണാലിറ്റിയും എന്ന് മനസ്സിലാക്കുക. മക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലമാണ്, മക്കളൊക്കെ പലപ്പോഴും പലവിധ പ്രശ്നങ്ങൾക്കും വിധേയമാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉള്ള സഹോദരിമാർ, ഉപ്പമാരൊക്കെ ശ്രദ്ധിക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട മക്കളോട് ബിസ്മി ചൊല്ലിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയാം. ഞാൻ അവസാനിപ്പിക്കുക. എൻ്റെ സെന്ററിൽ ഞാൻ കട്ട് ചെയ്തിട്ട് അവസാന ഭാഗത്തേക്ക് വരികയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട മക്കളോട് ബിസ്മി ചൊല്ലാൻ പറയണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചെറിയ മക്കൾക്ക് പോലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. LKG പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ശരി, UKG പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ശരി, ഈ ദിക്ർ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സലാം പറയുന്ന സ്വഭാവം കുട്ടികൾ ഉണ്ടാക്കിയെടുക്കണം. വീട്ടിൽ നിന്ന് നിങ്ങളോട് സലാം പറയാതെ കുട്ടി ഇറങ്ങിപ്പോവരുത്. അതെന്തിനാന്ന് ചോദിച്ചാൽ, കുട്ടി സ്കൂളിലേക്കാണ് പോകുന്നത്, മടങ്ങി എത്തുന്നത് വരെ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റൂല. മദ്രസയിലേക്കാ പോകുന്നത്, എന്തെങ്കിലും അനർത്ഥങ്ങൾ വരുന്ന വഴിയിൽ സംഭവിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. കുട്ടി നിങ്ങളോട് അസ്സലാമു അലൈക്കും പറയണം. എന്താ അതിന്റെ അർത്ഥം? ഉമ്മ, ഞാൻ മദ്രസയിലേക്ക് പോവാണ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. അപ്പൊ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന മറുപടി ഉണ്ട്, അത് പ്രധാനമാണ്. മോളെ, വഅലൈക്കും അസ്സലാം, അള്ളാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാവട്ടെ, അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ. സ്കൂളിലേക്ക് പോവല്ലേ മോള്, മദ്രസയിലേക്ക് പോവല്ലേ മോള്, ഒരു പ്രശ്നമില്ലാതെ തിരിച്ചു വരണം. വല്ലാത്തൊരു ദുഴയാണ്, ഉമ്മാന്റെ ദുഴയാണത്. അതെല്ലാ ദിവസവും കുട്ടികളോടും സലാം പറഞ്ഞിട്ട് ഇറങ്ങാൻ ശീലിപ്പിക്കണം. പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു തവണ ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയണം. നബി തങ്ങൾ പറഞ്ഞു, ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചെത്തുന്നത് വരെ
കാന ഫി ളമാനില്ല, അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലായിരിക്കും അവർ എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ മക്കളൊക്കെ കാക്കട്ടെ, നമ്മളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, എല്ലാ കാവലും അള്ളാഹു നമുക്ക് തരട്ടെ. അങ്ങനെ അവസാനം ഈ മക്കൾക്ക് അദബും കുരുത്തൊക്കെ കൊടുത്ത് ഞാൻ അവസാനം നിങ്ങളോട് പറയാണ്, ചെറുപ്പക്കാരായ കൗമാരക്കാരായ നിങ്ങളുടെ മക്കളെ SKSSF നിങ്ങൾ അണിനിരത്തണം. SKSSFന്റെ മുദ്രാവാക്യം ഇതൊരു രാഷ്ട്രീയ സംഘടനയല്ല, ഇത് മതസംഘടനയാണ്. ഇതിന് ഊടും പാവും നൽകിയത്, ഇതിന് വെള്ളവും വെളിച്ചവും നൽകിയത്, ഇതിനെ പോറ്റി വളർത്തിയത് മഹാനായ ശൈഖുന ശംസുൽ ഉലമയാണ്, നവ്വറല്ലാഹു മർഖദ. ഇതിന്റെ മുദ്രാവാക്യം തന്നെ വിജ്ഞാനം, വിനയം, സേവനം എന്നാണ്. വിജ്ഞാനം, ഞാൻ പറഞ്ഞു, രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധം വിജ്ഞാനമാണ്. പിന്നെ വേണ്ടത് വിനയമാണ്. വിനയമില്ലാതെ കിബിറിന്റെ, അഹങ്കാരത്തിന്റെ ആളുരൂപങ്ങളായാൽ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. മക്കൾക്ക് വേണ്ടത് വിനയമാണ്. പിന്നെ സേവനമാണ്. ഇതുപോലെയുള്ള സേവനങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ SKSSFന്റെ പ്രവർത്തകർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇന്ന് SKSSF ഈ മലയാള മണ്ണിലെ ഒരു വലിയ ഒരു സംഘമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് എന്നെക്കാളേറെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇത് ആഖിറം രക്ഷപ്പെടുത്താനുള്ള സംഘടന എന്ന് മനസ്സിലാക്കുക. മറ്റുള്ള സംഘടനകളെ പോലെയല്ല, ആഖിറം രക്ഷപ്പെടുത്താനുള്ള സംഘടനയാണ്. ഭൗതികമായ താല്പര്യങ്ങൾ ഇതിന്റെ പിന്നിലില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ SKSSFൽ അണിനിരത്തുക. നല്ല നിലക്ക് നാടിനും സമുദായത്തിനും സേവനം ചെയ്യാൻ അവരെ നിങ്ങൾ സന്നദ്ധരാക്കുക. അങ്ങനെ നല്ല മക്കളായിട്ട് വളരട്ടെ. അങ്ങനെ വളർന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മരിച്ചാൽ നമുക്ക് സന്തോഷിക്കാം. നമ്മളടുക്കൽ അവർ വരും, നമ്മൾക്ക് വേണ്ടി ദ്വേർക്കും. യാസീൻ